الحمد لله رب العالمين، أفضل الصلاة وأتم التسليم على سيدنا ونبينا محمد وآله وصحبه وسلم تسليما كثيرا، ولا حول ولا قوة إلا بالله العلي العظيم. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما ينفعنا وألحقنا بعبادك الصالحين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم افتح علينا بالحق وأنت خير الفاتحين. اللهم صل على عبدك ورسولك النبي المصطفى والحبيب المجتبى سيد أهل الأرض والسماء سيدنا ومولانا محمد وعلى آله وصحبه وسلم تسليما. اللهم أنت النور فنور بصائرنا بنور معرفتك، وأنت الحق فثبت أقدامنا على صراط هدايتك، وأنت الغني فاغننا بفضلك عمن سواك. عونك اللهم فيما نحاول، وعفوك عن الزلل المداخل، ومددك الممدود لكل متعرض متوسل سائل. وبعد. അപ്പോൾ ഇത് ഷമായിൽ തിർമിദി, ഷമായിലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം തിർമിദി റളിയല്ലാഹു അൻഹുൻ്റെ രചന. 279 ഹിജ്രിയിൽ വഫാത്തായ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹുൻ്റെ രചനയാണിത്. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് അവസാനത്തെ ദർസിൽ നമ്മൾക്ക് പറയാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയണോടത്ത് എന്താണ് പറയുക, തിർമിദി ഇമാമിനെ ആദ്യം പറയണതിൽ അദബ് കേടുണ്ടോ എന്നുള്ളൊരു സംശയം. അതിനാൽ ഈ ഷമായിലിൻ്റെ അവസാനത്തെ ഖത്മിൻ്റെ ദർസിൽ ഈ രചയിതാവാണ്. അത് ഓതിയാൽ തന്നെ ആളെ മഹബത്തും ആള് ജമ ചെയ്തതും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മഹബത്ത് കാണിച്ചു തന്നൊരു കിതാബാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ സമയത്തിന് നീക്കി വെക്കാം ഇൻഷാ അല്ലാഹു തആല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലൊന്നും മുന്തിക്കപ്പെടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലൊന്നും മുന്തിക്കപ്പെടൂല എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷമായിൽ പറയുന്ന കിതാബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സീറത്ത് പറയുന്ന വേറെ കിതാബുകളുണ്ട്. അതായത് വാക്കുകൾ, ഫിഅലുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മസമയം മുതൽ വഫാത്ത് വരെ പറയുന്നതുണ്ട്. യുദ്ധങ്ങൾ മാത്രം പറയുന്ന രചന ഉണ്ട്. ഓരോ രൂപത്തിലാണ്. ഷമായിൽ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽഖും ഖുലുഖും, രൂപം എന്താണ്, ബാക്കിയുള്ളത് അങ്ങനെ ആവണമെന്നില്ല. ഷമായിലിൻ്റെ പ്രത്യേകത അത് രൂപം പറയുന്ന ഒന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് പറയുന്നതാണ് അത്. അതുകൊണ്ട് എല്ലാതും പ്രത്യേകമായി എന്ത് ചെയ്യണം, ബഹുമാനത്തോടെ അതബോടെ ഇരിക്കണം എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال الشيخ الإمام الأجل أبو عيسى محمد بن عيسى بن سورة الترمذي رحمه الله تعالى: باب صفة النبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിഫത്ത് പറയുന്ന ബാബാണത്. അതായത് നബിൻ്റെ രൂപം, ഖൽഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. قال وبه إليه قال حدثنا തിർമിദി പറയുക حدثنا أبو رجاء قتيبة بن سعيد رحمه الله تعالى. ഖുതൈബത്ത് ബിനു സഈദ് എന്ന് പറയുമ്പോൾ കുതുബുസിത്തൻ്റെ ആൾക്കാർ ഉസ്താദായിട്ട് വരും. അഹ്മദ് തങ്ങളും ഉസ്താദായിട്ട് വരും. വെറും തിർമിദീൻ്റെ ഉസ്താദ് മാത്രമല്ല, ദീർഘകാലം ജീവിച്ച ഒരു മനുഷ്യനാണ്. 93 വയസ്സ് ജീവിച്ചിട്ടുണ്ട്. ആര്? ഖുതൈബത്ത് ബിൻ സഈദ് റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു. 149 ഹിജ്രിയിൽ ജനനം, ഷാഫി ഇമാമിൻ്റെ ഒക്കെ മുമ്പ്. 240 ഹിജ്രിയിൽ വഫാത്ത്. അപ്പം അത്രയും ദീർഘകാലം ജീവിച്ചു.
ബുഖാരിൻ്റെ ഉസ്താദാണ്, അഹ്മദ് തങ്ങൾ ഉസ്താദാണ്, മുസ്ലിമിൻ്റെ ഉസ്താദാണ്, തിർമിദിൻ്റെ ഉസ്താദ്, ഇവരൊക്കെ ഉസ്താദാണ്. കുതുബുസിത്തൻ്റെ ആൾക്കാരെ മുത്തത്തിൻ്റെ ഉസ്താദ്. ആ കാലഘട്ടക്കാരനാണല്ലോ. عن مالك بن أنس رضي الله عنه, مالك بن أنس തങ്ങളെ കേട്ടു. عن ربيعة بن أبي عبد الرحمن عن أنس بن مالك رضي الله عنه وعنهم أنه سمعه يقول, നബി അനസ് റളിയല്ലാഹു പറയുന്നത് കേട്ടു. كان رسول الله صلى الله عليه وسلم ليس بالطويل البائن ولا بالقصير. നീളത്തിനെ കുറിച്ച് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലം തങ്ങൾ നീളം ഭയങ്കര കൂടിയ, അതായത് ബായിന് നീളം, അതായത് തവീൽ നീളത്തോടെ, ബായിൻ എന്ന് പറഞ്ഞാൽ വെളിവായ നീളം, ഭയങ്കര നീളമായിരുന്നില്ല. വലാബിൽ ഖസീരി, അതായത് നീളം ഭയങ്കര കുറഞ്ഞതായിരുന്നില്ല. ഇവിടെ ഹദീസുകളിൽ ഇനിയും വരാൻ പോകുന്നുണ്ട്. ഇനി അടുത്ത ഹദീസ്, അതിൻ്റെ പിറ്റത്തെ ഹദീസ്, അതിൻ്റെ പിറ്റത്തെ ഹദീസ്, ഇങ്ങനെ കുറേ ഹദീസുകളിൽ കാണാം തവീലായിരുന്നില്ല, മർബൂആണ് എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റബ്അത്തൻ അല്ല മർബൂഅൻ, അതായത് നീളം കൂടിയല്ല നീളം കുറഞ്ഞിട്ടുമല്ല. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും കാന ഇല തൂലി അഖ്റബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീളം കുറഞ്ഞിട്ടല്ല നീളം കൂടിയിട്ടല്ല, എന്നാലും നീളത്തിലേക്ക് ചായ്വുണ്ട്. നീളം കൂടുതലാണ്, സാധാരണക്കാളും കുറച്ച് കൂടുതലാണ്. എന്നാലോ ഭയങ്കര നീളം കൂടുതലുമല്ല, ഭയങ്കര നീളം കുറവുമല്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്ജിസത്തായിരുന്നു. ഇത് നീളം കൂടുതലുമല്ല, അപ്പോൾ നീളമുള്ള ആൾ എന്നും പറയൂല, നീളം കുറഞ്ഞിട്ടു എന്നും പറയില്ല. പക്ഷെ നീളത്തിലേക്ക് ചായ്വുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിഫത്താണ്. പക്ഷേ മുഅ്ജിസത്തായിട്ട് വേറെ ഒന്നുണ്ട്. നീളമുള്ള ആൾക്കാരൊപ്പം നടന്നാൽ നബി ഇരിക്കും നീളം. അത് മുഅ്ജിസത്താണ്. അതായത് നബി ചെറിയ ആളായിട്ട് രൂപപ്പെടുമായിരുന്നില്ല. സഹാബാക്കളിൽ ഭയങ്കര നീളമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരൻ്റെ മുകളിൽ ഇരുന്ന കാല് താഴേക്ക് തട്ടുന്ന രൂപത്തിലുള്ള നീളമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരൊപ്പൊക്കെ നബി നടന്നു കഴിഞ്ഞാൽ കാണുന്നവർക്ക് നബിയായിരിക്കും നീളം. സഹാബാക്കളിൽ നീളം ഭയങ്കര കുറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അതിൽപ്പെട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഒരാൾ ഇരുന്നാൽ എത്ര നീളം ഉണ്ടാവും അത്രയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നീളം. അത്ര നീളം കുറഞ്ഞിട്ടായിരുന്നു, ഭയങ്കര മെലിഞ്ഞിട്ടുമായിരുന്നു. നീളം ഭയങ്കര കൂടിയ സഹാബാക്കളുണ്ട്. അവരൊക്കെ ഇടയിൽ നബി ഇരുന്ന് കഴിഞ്ഞാൽ നബിയുടെ തോള് അവരെക്കാട്ടി മുകളിലായിരിക്കും. അത് മുഅ്ജിസത്താണ്. എല്ലാത്തിനും, അതായത് കാണുന്നവർക്ക് നബി ആ ഒരു രണ്ടാൾക്കാരുടെ ഇടയിൽ ഇരിക്കുന്നു എന്നല്ല തോന്നാം, നബിയെ വെളിവായിട്ട് തന്നെ കാണും. അതും നബിയുടെ മുഅ്ജിസത്താണ്. വലാബിൽ അബിയദിൽ അംഹഖി, വെള്ളപ്പാണ്ട് പോലത്തെ വെളുത്തതുമല്ല, അതായത് ഭയങ്കര വെളുത്ത് വെള്ളപ്പാണ്ട് പോലത്തെ വെളുപ്പ് അല്ല. വലാബിൽ ആദമി, ഭയങ്കര ഇരുണ്ട നിറമല്ല, അതായത് നിറം ഇരുണ്ടിട്ടുമല്ല. വലൈക്കും അസ്സലാം. അപ്പോൾ ഈ നിറത്തിൻ്റെ കാര്യം അടുത്ത ഹദീസുകളിൽ വരുന്നുണ്ട്. അബിയദു അംഹഖും ആദമും അല്ല എന്ന് പറഞ്ഞ് ഞാൻ അടുത്തേൽ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം മുഷ്റബൻ ബി ഹുംറത്തിൻ, അബിയദ മുഷ്റബ, അതായത് ചോപ്പ് കൊണ്ട്, മറ്റൊരു അതിൽ അസ്ഹറൽ ലൗനി, അതായത് വെളുപ്പിനൊപ്പം ചുവന്ന നിറം കാണുന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രൂപം എന്ന്. മറ്റൊരു ഹദീസിൽ വരാൻ പോണ്ട് അസ്മറൽ ലൗനി, അസ്മർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന അസ്ഹറാണ്. സുമ്രത്ത് എന്ന് പറഞ്ഞാൽ ഇറനിറല്ല. അതുകൊണ്ട് ആ ഹദീസ് വരുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നീളം പറഞ്ഞു, നിറം പറഞ്ഞു. വലാബിൽ ജഅദിൽ ഖതതി വലാബിസ്സബിത്തി, മുടിൻ്റെ മുടി എങ്ങനെയാണെന്ന് പറഞ്ഞു. അതിങ്ങനെ ഇൻഷാ അല്ലാഹ് ഒരു ബാബ് തന്നെ ഉണ്ട് മുടി എങ്ങനെയാണെന്നുള്ളത്. മൂന്നാമത്തെ ബാബ്, ഇതിപ്പോൾ ഒന്നാമത്തെ ബാബ്, മൂന്നാമത്തെ ബാബ് മുടി പറയുന്ന ബാബാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടി ജഅദിൽ ഖതതി ആയിരുന്നില്ല, അതായത് ചുരുണ്ടട്ടായിരുന്നില്ല. കാരണം അറബികളെ മുടി ചുരുണ്ടട്ടാണ്. സാധാരണ അറബികളെ മുടി ചുരുണ്ടട്ടാണ്.
അത്ര ആവണം എന്നില്ല, എന്നാലും നല്ല ചുരുണ്ടിട്ടായിരിക്കും. വലാബിസബിത്തി, ഭയങ്കരമായി എന്താണ് ഈ ഭയങ്കരമായി സ്ട്രൈറ്റ് ആയിട്ടുള്ളതല്ല. അല്ല, ജഅദ് അതിൻ്റെ വിശേഷം ഖത്തത്ത്, ചുരുണ്ടിട്ട്. ഖത്തത്ത് എന്ന് പറഞ്ഞു ഭയങ്കര ചുരുള്. വലാബിസബിത്തി അല്ല സബത്തി. സബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സബത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര മീനിസം. ഇപ്പോൾ നമ്മളെ തന്നെ ചില ആൾക്കാരുണ്ട്, പക്ഷെ കുറവാണ് നമ്മളെ ഈ ചൈനക്കാർ. ഇവരൊക്കെ നോക്കി കഴിഞ്ഞാൽ അവരെ മുടി ഭയങ്കര സ്ട്രെയിറ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ അറബികളെ വിശേഷണവും അല്ല അത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടിൻ്റെ ഇടയിൽ രണ്ട് ഭംഗിയും കൂടി ഒരുമിച്ച ഭംഗിയായിരുന്നു നബിയുടെ. അതായത് ഭയങ്കരമായി പാറിയിട്ടും അല്ല, കാണുമ്പോൾ തന്നെ ഒരു പാറിച്ച പോലെ അല്ല, എന്നാലോ ഭയങ്കര ചുരുണ്ടിട്ട് അല്ല, രണ്ടിൻ്റെ ഇടയിലായിരുന്നു. അത് വേറെ ഹദീസുകളിൽ വരുന്നുണ്ട്, തെസന്നി ഉണ്ടായിരുന്നു എന്ന്. അതായത് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടിയിൽ ഒരു ചെറുതായൊരു ചുരുളുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ അത് വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹദീസുകളൊക്കെ നമ്മളിപ്പോൾ ചുരുക്കമായിട്ട് പറയുകയാണ്. ഇത് വീണ്ടും വീണ്ടും ഓതുമ്പോഴാണ് ഇഞ്ഞും വെളിവാവുള്ളൂ. ആദ്യം ചുരുക്കമായിട്ട് തിരിയുക, എന്നിട്ട് പിന്നെ കുറച്ചായിട്ട് വലുതാവുക. ഇല്ലെങ്കിൽ തുടങ്ങി ഇങ്ങനെ പോകുമ്പോൾ ആദ്യത്തൊക്കെ മറന്നു പോകും. എന്നിട്ട് പറഞ്ഞ് അപ്പോൾ നിറം പറഞ്ഞ്, നീളം പറഞ്ഞ്, മുടിൻ്റെ രൂപം പറഞ്ഞ്, അതിങ്ങ് കൂടുതൽ വരുന്നുണ്ട്. ബഅസഹുല്ലാഹു തആല അലാ റഅസി 40 സന, 40 വയസ്സുള്ളപ്പോൾ ബിഅസത്ത് ചെയ്തു. ഫഅഖാമ ബിമക്കത 10 സിനീൻ, മക്കത്തിൽ 10 കൊല്ലം. അതായത് 10 എന്ന് പറഞ്ഞാൽ അതൊരു ഏകദേശം കണക്ക് പറഞ്ഞത് 13 കൊല്ലം. വബിൽ മദീനത്തി 10 സിനീൻ, മദീനത്ത് വെച്ചിട്ട് 10 കൊല്ലം. അള്ളാഹു വഫാത്താക്കി അലാ റഅസി 60 സന. ഇതൊക്കെ ഏകദേശം കണക്കുകൾ പറയണം. 63 വയസ്സിൽ വലൈസ ഇനി അത് കഴിഞ്ഞതിന് ശേഷം നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടീൻ്റെ എന്താണ് ഷൈബ്, വലൈസ ഫീ റഅസിഹി വലിഹ്യതിഹി 20 ശഅറതൻ ബൈദാ, അതായത് ഈ 20 മുടി പോലും നിരച്ച മുടിയായിട്ട് നബിയുടെ മുടിയില്ല. അതിങ്ങി വരുന്നുണ്ട്. ബാബു ഷൈബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത വരുന്നുണ്ട്. എവിടെ? ബാബു ഷൈബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഞ്ചാമത്തെ ബാബ്. അവിടെ നമുക്കത് വിശദീകരിച്ച് പറയാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മുടിൻ്റെ 2 എണ്ണം പറഞ്ഞു, നീളം പറഞ്ഞ്, നിറവും പറഞ്ഞു. وبه قال حدثنا حميد بن مسعدة البصري قال حدثنا عبد الوهاب الثقفي عن حميد عن أنس رضي الله عنه. ഇവിടൊക്കെ നോക്കി കഴിഞ്ഞാൽ സനദ് ഭയങ്കര ഉയർന്ന സനദാണ്. 4 ആൾക്കാരാണ്. ഖുതൈബ, മാലിക്, റബീഅ, 4ാമത്തെ സഹാബി. ഹുമൈദ്, അബ്ദുൽ വഹാബ്, ഹുമൈദ്, 4ാമത്തെ സഹാബി. അതായത് ശരിക്കും പറഞ്ഞാൽ ഉയർന്ന സനദാണ്. എന്താണ് തിർമിദിക്ക് ഈ കിതാബിൽ 4 ആളെ മുഖേനയാണ്. ഇപ്പോൾ 3ഉം 4ാമത്തെ സഹാബിയായിട്ടാണ് ഇതിൽ ഉയർന്നിട്ടുള്ളൂ. സുനൻ തിർമിദിയിൽ 2 ആളെ മുഖേന 3ാമത്തെ സഹാബിയാവുന്നുണ്ട്. അപ്പോൾ തബഉത്താബിഇയാണ് ആര്? തബഉത്താബിഇയാണ് തിർമിദി റഹിമഹുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മ അല്ലദീന യലൂനഹും എന്ന് പറഞ്ഞിട്ട് ഒരു റിവായത്തിൽ കാണാൻ പറ്റും തബഉത്താബിഇയും കിടക്കുന്നുണ്ട്. അപ്പോൾ തിർമിദി ഇമാമും ആ നബിയുടെ ഖൈരിയത്ത് പറഞ്ഞ കൂട്ടരിൽ നബി തിർമിദി ഇമാമും പെടും. അതൊക്കെ അവസാനം പറയാം ഇൻഷാ അല്ലാഹു തആല. ഒരു ഉസ്താദ് എന്താ അബ്ദുറഹ്മാൻ്റെ ഉസ്താദ് ആരാ? അനസ് റളിയല്ലാഹു അൻഹു. ഒരു ഉസ്താദ് മാലിക് റളിയല്ലാഹു അൻഹു. മാലിക് റളിയല്ലാഹുവിൻ്റെ ഉസ്താദ് മറ്റൊരു സനദിയിൽ ഒരു താബിഈ ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് വരും സുനൻ തിർമിദിൻ്റെ ഇതിൽ. قال حدثنا حميد بن مسعدة البصري. മാത്രമല്ല ആദ്യത്തെ സനദ് മുഴുവനും മദീനക്കാരാണ്. ഞാൻ സനദിനെ കുറിച്ച് കൂടുതൽ വിശേഷണം പറഞ്ഞില്ല. മദീനക്കാരാണ് ആദ്യത്തെ സനദിയിലുള്ള മൊത്തം ഉലമാക്കളും ഫുഖഹാക്കളുമാണ്. അപ്പോൾ മദീനത്ത് നിന്ന് കിട്ടിയത് മദീനത്ത് തന്നെ കൊടുക്കാമെന്നറിയണ പോലെ ആ ഒരു അദബ് പാലിച്ചാണ്.
قال حدثنا حميد بن مسعدة البصري قال حدثنا عبد الوهاب الثقفي عن حميد عن أنس رضي الله عنه وعنهم قال كان رسول الله صلى الله عليه وسلم ربعة ميديم ഇതുള്ളതാണ് വലൈസ ബിത്തവീലി വലാ ബിൽ ഖസീർ നീളമുള്ളതും നീളം കുറഞ്ഞതുമല്ല. അപ്പോൾ നീളത്തിനെ കുറിച്ച് പറഞ്ഞ് കുറച്ച് നേരത്തെ പറഞ്ഞ എന്താണ് ലൈസ ബിത്തവീലിൽ ബാഇനി വലാ ബിൽ ഖസീരി നീ പറഞ്ഞു ഹസനൽ ജിസ്മി. അപ്പോൾ ഒരു എക്സ്ട്രാ വന്ന് ശരീരം നല്ല ശരീരമാണ്, ഒത്ത ശരീരമാണ്. വകാന ഷഅറുഹു ഈ മുടി ലൈസ ബിജഅദിൻ വലാ സബിത്തിൻ അതും പറഞ്ഞു. അസ്മറല്ലൗനി അസ്മറല്ലൗനി എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഉലമാക്കൾ പറഞ്ഞ് അസ്മറല്ലൗനി എന്ന് പറഞ്ഞത് അത് അർത്ഥം അസ്മറല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ബാക്കിയുള്ള ഹദീസുകളിൽ നിന്നൊക്കെ അസ്ഹർ എന്നാണ് കിട്ടുന്നത്. അപ്പം അസ്മർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇരുനിറം എന്നല്ല, അതായത് വെളുപ്പിൽ ചുവപ്പ് കലർന്ന നിറം. ഇദാ മശാ യതവക്കഉ അതായത് നടന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു കഴിഞ്ഞാൽ, അതായത് അത് ഭയങ്കര നടത്താണ്, അത് കാലുമ്മൽ ഉറപ്പിച്ച് നടത്തണം പോലെ നടക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇനി വരുന്നുണ്ട് മിശ്യത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തം എങ്ങനെയാണെന്ന് പറയുന്നത്. وبإليه قال حدثنا محمد بن بشار قال حدثنا محمد بن جعفر قال حدثنا شعبة عن أبي إسحاق قال سمعت البراء بن عازب رضي الله عنهما وعنهم. براء بن عازب تري صحابيان وقوم صحابيان، أنس رضي الله عنهم تري صحابيان. قال يقول كان رسول الله صلى الله عليه وسلم نبيا يرنو رجلا مربوعا എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അതാ ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലേ റബ്അത ലൈസ ബിത്തവീലി വലാ ബിൽ ഖസ്ർ, അതന്നെയാണ്. ബഈദ മാ ബൈനൽ മൻകിബൈനി ഷോൾഡർ ഭയങ്കര ബ്രോഡ് ഷോൾഡർ ആയിരുന്നു, അതായത് രണ്ട് തോളിൻ്റെ ഇടയിലും വീതി ഉണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മറ്റൊരു ഹദീസ് റഹ്ബസ് സദ്രി എന്ന് വരുന്നുണ്ട്. റഹ്ബസ് സദ്രി അതിൻ്റെ തഫ്സീറാണ് ബഈദ മാ ബൈനൽ മൻകിബൈനി, അതായത് ഷോൾഡർ ബാക്കിൽ നിന്ന് അങ്ങനെ നെഞ്ചും വീതി ഉണ്ടാവുമല്ലോ. അസീമൽ ജുമ്മത്തി. അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിഫത്തിൽ ഇനിയും വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ടൊന്ന് കിട്ടി, വീതിയുള്ള ഷോൾഡറാണ്. മറ്റൊരു ഹദീസ് റഹ്ബസ് സദ്രി അതും ഇതന്നെയാണ്. അസീമൽ ജുമ്മത്തി ഇലാ ഷഹ്മതി ഉദുനൈഹി. ഇനി മുടിൻ്റെ വിശേഷണം പറയാണ്. ഇനി വരാൻ പോകുന്നുണ്ട്, മുടിയുടെ വിശേഷണം വരാൻ പോകുന്നുണ്ട്. ഒരു ബാബന്നുണ്ട് അതിന്. മുടി ഏതുവരെയാണ്? അസീമൽ ജുമ്മത്തി. ജുമ്മത്ത് എന്ന് പറഞ്ഞാൽ മുടി ഇങ്ങനെ എന്താണ്, മുടി പേക്കോട്ടേക്ക് ഉണ്ടാവില്ലേ, മുടി വളർന്നിട്ടുണ്ടാവില്ലേ. അപ്പോൾ നബിയുടെ മുടി വളർന്നിട്ടുണ്ടായിരുന്നു ഇലാ ഷഹ്മതി ഉദുനൈഹി, ചെവിടെ ഇതുവരെ. ഷഹ്മത്ത് എന്ന് പറഞ്ഞതാ അതുവരെ ഉണ്ടായിരുന്നു. അത് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ മുടിൻ്റെ ഭാഗത്ത് വിശദീകരിക്കും. എന്നിട്ട് നബി ധരിച്ചിരുന്ന വസ്ത്രം, അതായത് കാണുമ്പോൾ നല്ല ഭംഗിയിൽ കാണുമ്പോൾ അലൈഹി ഹുല്ലത്തുൻ ഹംറാ, ചുവന്ന വസ്ത്രം. അത് നബിയുടെ വസ്ത്രങ്ങളിൽ പറയാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹു തആല. ആ ചുവന്നത് എങ്ങനെയായിരുന്നു, എങ്ങനത്തെ ചോപ്പാണ്. അപ്പോൾ ഒരു പറയാണ് നബീനെ തന്നെ കാണുമ്പോൾ ചോപ്പിൽ കറുത്ത വരെയുള്ള വസ്ത്രമായിരുന്നു, മുഴുവനും ചോപ്പല്ല. അപ്പോൾ ആ നബീനെ ആ ചോപ്പിൽ എന്താ കറുത്ത ഇതുള്ള വസ്ത്രം ഇട്ടിട്ട് നബീനെ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത മാ റഅയ്തു ഷൈഅൻ, ഞാനൊന്നിനും കണ്ടിട്ടില്ല ഖത്തു ഒരിക്കലും അഹ്സന മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാട്ടിയും ഹുസ്നുള്ള വേറെ ഒന്നിനും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഇത് ഇജ്മാ ആണ്. സഹാബാക്കൾ മുതവാത്തിറായ ഒരു കാര്യമാണ്. നബിനെക്കാട്ടിയും ഭംഗിയുള്ളത് മുൻപോ ശേഷമോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു മുഅ്മിന് വിശ്വസിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങളിൽ പെടും. കാരണം എന്താ വെച്ചാൽ തവാത്തുറായിട്ട് എല്ലാ സഹാബാക്കളും അലി റളിയല്ലാഹു ഇനിയും വരുന്നുണ്ട് ഹദീസുകളിൽ, അത് ആവർത്തിച്ച് നമുക്ക് കാണാൻ പറ്റും അല്ലേ.
قال حدثنا محمود بن غيلان قال حدثنا وكيع عن سفيان عن أبي إسحاق عن البراء بن عازب رضي الله عنهما وعنهم قال ما رأيت من ذي لمة മുടിൻ്റെ വിശേഷണമാണ്. അതായത് ഷോൾഡർ വരെ എത്തിയിട്ടുള്ള മുടി. അപ്പോൾ ഒരു വട്ടത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നു, അത് വളർന്നിട്ട് ഷോൾഡർ വരെ എത്തി. അപ്പോൾ ലിമ്മത്ത്, മറ്റേത് പറഞ്ഞ് അദീമൽ ജുമ്മത്ത് ഇതുവരെ, ലിമ്മത്ത് ഇതുവരെ, അത് മുടിൻ്റെ വിശേഷണമാണ്. ഒന്ന് ഷോൾഡർ വരെ, ഒന്ന് ചുവടിൻ്റെ ഇതുവരെ. ഷോൾഡർ ആ. ഫീ ഹുല്ലത്തിൻ ഹംറാ, ചുവന്ന വസ്ത്രം. അത് വരുന്നുണ്ട്, എങ്ങനത്തെ വസ്ത്രം എന്നുള്ളതൊക്കെ ലിബാസിൽ വരുന്നുണ്ട്. മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിനെക്കാട്ടിയും ആ വസ്ത്രവും ആ മുടിയും ആ രൂപവും ഒരുമിച്ച് ചേരുന്ന അതിനെക്കാട്ടിയും ഭയങ്കര ഹുസ്ൻ ഞാൻ ഇന്ത്യയിൽ. അപ്പോൾ ബാക്കിയുള്ള വസ്ത്രത്തിൽ ഹുസ്നില്ല എന്നല്ല, ഇതന്നെ ഇത് പ്രത്യേകമായി ചിലപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ആ വസ്ത്രത്തിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അതാണത് പറഞ്ഞുള്ളത്. എന്നിട്ട് പറഞ്ഞ് മുടി വിശേഷം പറഞ്ഞു. ലഹൂ ഷഅറുൻ യദ്രിബു മൻകിബൈഹി, ഷോൾഡർ വരെ എത്തുന്ന മുടിയുണ്ട്. അത് മുടിൻ്റെ സ്ഥാനത്ത് എങ്ങനെയായിരുന്നു എന്ന് പറയാം. എന്നിട്ട് ബഈദ മാ ബൈനൽ മൻകിബൈനി, ഷോൾഡർ വീതിയുള്ളതായിരുന്നു. ലം യകുൻ ബിൽ ഖസീരി വലാ ബിത്തവീൽ, നീളം കുറഞ്ഞിട്ടും അല്ല നീളം കൂടുതലും അല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وبه قال حدثنا محمد بن إسماعيل بخاري قال حدثنا أبو نعيم قال حدثنا المسعودي عن عثمان بن مسلم بن هرمز عن نافع بن جبير بن مطعم عن علي بن أبي طالب رضي الله عنه. അപ്പോൾ രണ്ട് അനസ് റളിയല്ലാഹുവിൻ്റെ ഹദീസ്, രണ്ട് ബറാ ബിൻ ആസിബ് റളിയല്ലാഹുവിൻ്റെ ഹദീസ്, ഇനിയിപ്പോൾ അലി റളിയല്ലാഹുവിൻ്റെ ഹദീസ്. ഇവരൊക്കെ ചെറിയ സഹാബാക്കളായിരുന്നു. നബീനെ കാണുമ്പോൾ നുബൂവത്തുള്ള സമയത്ത് തന്നെ ചെറിയ വയസ്സുള്ള കുട്ടികളായിരുന്നു. ഖാൽ, ഇവരാണ് കൂടുതലും വിശേഷണങ്ങൾ പറഞ്ഞിട്ടുള്ള സഹാബാക്കൾ. അല്ലെങ്കിൽ നബിയാണെന്ന് അറിയാത്തതോ ബദൂയികളോ ഇവരൊക്കെയാണ് കൂടുതൽ നബീനെ കുറിച്ചിട്ട് വിശേഷം. അതേ സമയത്ത് വലിയ സഹാബാക്കൾ, നബീനെ കുറിച്ച് അറിഞ്ഞ സഹാബാക്കൾ ഇതിനെക്കാട്ടും കോമൺ ആയിട്ടാണ് പറയുക. അവർക്കത് പറയാൻ തന്നെ ഒരു വല്ലാത്ത, കാരണം നബീനെ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ, ആ ഹുസ്നീനെ പറയാൻ വാക്കുകൾ ഉണ്ടാവില്ല, വാക്കുകൾ വരൂല. കാരണം ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യൂഹാ ഇലൈ, നിങ്ങളെ പോലത്തെ മനുഷ്യനാണ് രൂപത്തിൽ, പക്ഷേ എനിക്ക് വഹി കിട്ടുന്നുണ്ട്. അപ്പോൾ വഹി കിട്ടുമ്പോൾ വഹീൻ്റെ വിശേഷണങ്ങൾ ഉയർന്ന വിശേഷണങ്ങളായിരിക്കണം. അപ്പോൾ നുണ പറയുന്ന വിശേഷണം സ്വഭാവത്തിൽ ഒരിക്കലും വഹീന് ചേരുന്ന സ്വഭാവമായിരിക്കണം. രൂപത്തിലും വഹീനെ താങ്ങുന്ന രൂപമായിരിക്കണം. കാരണം ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുമ്പോൾ താങ്ങാവുന്ന ശരീരമായിരിക്കണം. അല്ല സഹാബി പറഞ്ഞത്, കൈ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൻ്റെ എന്താണ് തൊടയിൽ കൈ വെച്ചപ്പോൾ തൊട എല്ല് നുറുങ്ങി പോവുമെന്ന് പേടിച്ചു പോയി, അത്രയും കനണ്ടായിരുന്നു. മാത്രമല്ല ആയിഷ ബീവി റളിയല്ലാഹുവിൻ്റെ ഹദീസിലുണ്ടല്ലോ, ഒട്ടകത്തിൻ്റെ പുറത്ത് ഇരുന്ന് വഹി ഇറങ്ങിയപ്പോൾ ഒട്ടകത്തിൻ്റെ കാലിങ്ങനെ ആയിരുന്നു, അത്രയും ഭാരമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് തന്നെ സീറത്തിൽ, ഷമാഇല്ലല്ല സീറത്തിൽ കാണാൻ പറ്റും, ഗുസ്തി പിടിച്ചൊരു കാര്യം. ഗുസ്തി പിടിച്ചിട്ട് ഏറ്റവും ശക്തിമാനായ ഏറ്റവും പേരവാനായ വലിയ മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ഇട്ട്, അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, വീണ് പോയതായിരിക്കും. വീണ്ടും ലാസ്റ്റ് ഇട്ടിട്ട് ലാസ്റ്റ് അവരെ സമ്മതിക്കേണ്ട വന്ന്. അപ്പോൾ ശരീരം അങ്ങനെയാണ്. കാഴ്ചയോ സാധാരണ ഒരു മനുഷ്യർക്ക് ജിബ്രീൽ അലൈഹി സ്വലാമിനെ കാണാൻ പറ്റുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാഴ്ചയും സാധാരണ കാഴ്ചയായിരിക്കരുത്, കേൾവിയും സാധാരണ കേൾവിയായിരിക്കരുത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ പോലത്തെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ, അതായത് മനുഷ്യർക്ക് അയച്ചിട്ടുള്ള മനുഷ്യൻ, അതായത് മനുഷ്യർക്ക് കാണണം, മനുഷ്യൻ്റെ സംസാരമാണ്, മനുഷ്യനാണ്.
ഇൻസാനാണ്, മനുഷ്യനാണ്. പക്ഷേ ആ ഇൻസാന് സാധാരണ ഒരു മനുഷ്യനല്ല, വഹി ഇറക്കുന്ന അള്ളാഹു വഹി. അപ്പോൾ ബാക്കിയുള്ള അംബിയ മുർസലീങ്ങൾക്ക് അയക്കണേനെക്കാട്ടിയും ശക്തമായിട്ടാണ് നബിക്ക് കിട്ടുക. കാരണം അവരെക്കാട്ടിയും ഉയർന്ന രീതിക്കല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിൻ്റെ കമാൽ നബിക്ക് ഉണ്ടാവും. അപ്പോൾ നബിയുടെ കമാൽ പൂർണ്ണത അള്ളാഹുനല്ലാണ്ട് വേറൊരാൾക്ക് അളക്കാൻ കഴിയൂല. അതല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്? ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഗുബ്റത്തി ഹൈദിൻ കഅന്നക ഖുലിഖ്ത കമാ തശാഉ. ഏതുപോലെ ഹസ്സാൻ റളിയല്ലാഹു അൻഹു സഹാബി പറയാണ്, നബി എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടേണ്ടതെന്നുള്ളത് നബി സെലക്ട് ചെയ്ത് സൃഷ്ടിക്കപ്പെട്ട പോലെ ഉണ്ട് എന്നാണ്. അതായത് ഓപ്ഷൻ എടുത്ത് ഞാൻ ഇങ്ങനൊക്കെ ആവണം എന്നറിയ പെർഫെക്റ്റ്നെസ് ഉപയോഗിച്ചിട്ട് ആക്കിയ പോലെയാണ്. ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നബിൻ്റെ മദ്ഹിയുള്ള കവിതകളൊക്കെ ശരിക്കും നന്നായിട്ട് പഠിക്കേണ്ട കവിതകളാണ്. ഒന്ന് ശ്രദ്ധ കുറവാണ് അതിൽ. അത് കണ്ടാൽ തന്നെ മഹബത്ത് നമുക്ക് ഭയങ്കര വെളിയാവും. ശരിക്കും മറ്റേ ഈ ധൈര്യം ഇപ്പോൾ ഗുസ്തിയെ പിടിച്ചതും ഈ ധൈര്യം ഇതൊക്കെ വളരെ കുറച്ചാണ് കൂടുതൽ സമയത്ത് പറയുന്നത്. കാരണം ഇങ്ങനെ അപ്പം പറയുന്ന മുസ്ലിം പാവമായിരുന്നു, വളരെ സാധുവായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഈ ഒരു സിഫത്ത് നബി എന്ന് അറിയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷോൾഡർ നല്ല വീതി ഉണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ രൂപം എങ്ങനെ ഉണ്ടാവും? അത് വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ് ഖാൽ ലം യകുൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്തവീലി വലാ ബിൽ ഖസീർ. നീളം ഭയങ്കര കൂടുതലല്ല, കുറവല്ല. ഷഫ്നുൽ കഫൈൻ. ഇനി പുതിയ വിശേഷണം പറയാണ്. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് കുറച്ച് അപ്ഗ്രേഡ് ആയിട്ട് വരെയാണ്. ശ്രദ്ധിക്ക്. തിർമിദി റളിയല്ലാഹു അൻഹു ഒരു ശ്രദ്ധിച്ചതിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. നബിയുടെ മഹബത്ത് വർദ്ധിക്കാൻ ഒന്നെന്നെ ആവർത്തിച്ച് പറയണം, ആവർത്തിച്ച് പറയണം. ആദ്യം തന്നെ എല്ലാതും പറഞ്ഞിട്ടല്ല, ഒന്നൊന്നായിട്ട് ആവർത്തിക്കുക, എന്നിട്ട് അതിൻ്റെ ഒപ്പം കുറച്ച് കൂട്ടാം. അപ്പം എന്തായി? ഒരു മനുഷ്യൻക്ക് ആ രൂപം അങ്ങനെ തന്നെയാണെന്നുള്ളതിൽ സംശയം പോയി. ഷസ്നുൽ കഫൈനി വൽ ഖദമൈൻ. കയ്യും കാലും ഭയങ്കര വഹ്മുള്ളതാ. ചെറിയ കയ്യും കാലും മീഡിയം കൈയല്ല, കുറച്ചുകൂടി വീതിയും വണ്ണുള്ള കൈയാണ്. വണ്ണുള്ള കൈയും വണ്ണുള്ള കാലുമാണെന്ന്. അതായത് ഒരാളെ കയ്യിൻ്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ പിടിച്ചു കഴിഞ്ഞാൽ അയാളെ കയ്യിൻ്റെ ഉള്ളിലേക്ക് പൊതിയുന്ന രൂപത്തിലുള്ള കൈയായിരുന്നില്ല എന്ന്. ആ കൈ ഉള്ളിൽ പദവും പുറത്ത് നല്ല കട്ടിയുമാണ്. ആ കയ്യിൻ്റെ വിശേഷം എന്നല്ലേ വരാൻ പോകണ്ട നസ്രത്തുള്ളാന്റെ ഹദീസ്. കൈ അത്രയും പതയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യും കാലൊക്കെ ഭയങ്കര വണ്ണുള്ളത്, അതായത് ഭയങ്കര സ്ട്രോങ് ബോഡിയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ദഹ്മുർ റഅസി. ഇനി തലൻ്റെ വിശേഷണം പറയാണ്. ഇതുവരെ തലൻ്റെ വിശേഷണം പറഞ്ഞില്ല. തല ഭയങ്കര എന്തായിരുന്നു? ബഹ്മായിരുന്നു. ചെറിയ തലയായിരുന്നില്ല, വലിയ തല തന്നെയായിരുന്നു എന്ന്. കനുള്ള വലിയ തല തന്നെ ആയിരുന്നു. മറ്റേലും വരും ദഹ്മുൽ ഹാമത്ത് എന്ന് പറഞ്ഞ തല തന്നെ വേറെ ഒന്നിലും വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ് ദഹ്മുൽ കറാദീസ്. കുർദൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അവയവങ്ങളെ ജോയിൻസ് ഭയങ്കര വലുതായിരുന്നു. അതായത് ഇവിടെ ഇതൊന്നും ചെറിയതായിരുന്നില്ല എന്ന്. അതായത് ബഹ്മായിരുന്നു. അപ്പോൾ ജോയിൻസൊക്കെ നല്ല ബലമുള്ള കട്ടിയുള്ള, അതായത് നമ്മൾക്ക് പറയില്ല ഒരു ബല ശക്തി, ഒരു കാണുമ്പോൾ തന്നെ ഒരു ശക്തിയുള്ളൊരു ഇതായിരുന്നു. കാണുമ്പോൾ തന്നെ മെലിഞ്ഞിട്ടും ഇതല്ല. മനസ്സിലായ? അതായത് ജോയിൻസ് എന്ന് പറയുമ്പോൾ എല്ലുകളും, ജോയിൻസ് എന്ന് പറഞ്ഞാൽ എല്ലുകൾ ശക്തി ഉണ്ടാവില്ലല്ലേ, ജോയിൻസിലും നല്ല കട്ടി ഉണ്ടാവുക. അതായത് കുർദൂസ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടുത്തെ ജോയിൻ്റ് ഇതിനൊക്കെ കുർദൂസ് എന്നറിയാം. കറാദീസ് എന്ന് പറഞ്ഞ് ഈ മുടിൻ്റെ വിശേഷണം പറയും. തവീലുൽ മസ്റുബ. ഇവിടുത്തെ മുടി നീളമുള്ളതായിരുന്നു. ഇദാ മശാ. ഇനി നടന്നു കഴിഞ്ഞാൽ തകഫിയൻ
കഅന്നമാ യൻഹത്തു മിൻ സബബ്. നടന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു കഴിഞ്ഞാൽ നബിയുടെ കാലിൻ്റെ ഈ ഭാഗം വെച്ചിട്ടാണ് നടക്കുക. അപ്പോൾ നമ്മൾ മലൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ബലം കൊടുത്തിട്ട് ഇറങ്ങണ്ട, എല്ലാം വഴുക്കൂലേ. അതുപോലെ നബിയുടെ നടത്തം അങ്ങനെ ആയിരുന്നു എന്ന്. അതായത് നല്ല സ്പീഡിലുള്ള ഭൂമിയിൽ ഉറപ്പിച്ചിട്ടുള്ള നടത്തമായിരുന്നു. ഉപ്പുറ്റി ഇതാക്കിയിട്ട് നടന്നായിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നടത്തം അത്രയും ബലമുള്ള നടത്തമായിരുന്നു, അല്ലാണ്ട് ഒരു സാധാരണ ബലം കുറഞ്ഞ നടത്തമായിരുന്നില്ല. നല്ല സ്പീഡുള്ള നടത്താണ്. ഇനി വരാൻ പോയിട്ടുണ്ട് ബാബു മഷീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ആമുഖമാണ്. ഈ തിർമിദി ഇമാമിൻ്റെ ഒരു എന്താണ് മഹബത്തിൻ്റെ ഒരു അടിയാളാണ്. ആദ്യം എല്ലാതും കൂടി കൊടുന്ന് ഓപ്പൺ ആക്കി തന്നു, പിന്നെ ഒന്നൊന്നായിട്ട് വിശദീകരിച്ച് വരും. മുടിൻ്റെത് മാത്രം വരുന്നുണ്ട്, അവയവങ്ങളത് വരുന്നുണ്ട്, കയ്യിൻ്റെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ളതും വരുന്നുണ്ട്, എല്ലാതും വരുന്നുണ്ട്. അപ്പോൾ ഇത് ആമുഖമാണ്. ഇപ്പം ഇതിലെല്ലാതും കോമൺ ആയിട്ട് പറഞ്ഞുതരാണ്. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് അവസാനം നിർത്തി. ലം അറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹു. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പോ ശേഷമോ, അതായത് ഒരിക്കലും നബിയുടെ പോലത്തെ ഒരാളെ കണ്ടിട്ടില്ല, നബിയെക്കാട്ടിലും ഉയർന്നതും കണ്ടിട്ടില്ല, നബിയുടെ പോലും കണ്ടിട്ടില്ല, കാണൂല. കാരണം നബീനെ അങ്ങനെ കാണാം. വഹീൻ്റെ വിശേഷണം, വഹീ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത ആളെ ആ വഹീനനുസരിച്ചിട്ടുള്ള ആളായിരിക്കരുത്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഒരു അസറിയിൽ കാണാൻ പറ്റും. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു സരിയത്ത് പോയപ്പോൾ, യുദ്ധത്തിന് പോയപ്പോൾ ഒരാൾ ചോദിച്ചു, നബീനെ കുറിച്ചിട്ടൊന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞായോ? അപ്പോൾ പറഞ്ഞുതരാൻ കഴിയും. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹും വയസ്സ് കുറഞ്ഞ സഹാബിയായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞുതരാൻ പറ്റൂല, സാധ്യമല്ല, ഫുള്ളും പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞ്, എന്നാ ചുരുക്കിയിട്ട് പറഞ്ഞായോ? എന്താ പറഞ്ഞത്? ചുരുക്കി പറഞ്ഞേ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിൻ്റെ വാക്ക് എന്താണെന്നറിയോ? ഇന്നമർ റസൂലു ബി ഖദ്രിൽ മുർസിൽ. റസൂൽ ആരാണ്? അയച്ച ആളെ ഖദർ അനുസരിച്ചിട്ടാണ് അയക്കപ്പെട്ട ആളുണ്ടാവുക. അത്രയും എനിക്ക് പറഞ്ഞുതരാൻ കഴിയുള്ളൂ. എന്താ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു പറഞ്ഞത്? ഇന്നമർ റസൂലു ബി ഖദ്രിൽ മുർസിൽ. റസൂൽ എന്ന് പറഞ്ഞാൽ അയച്ച ആൾ എങ്ങനെയാണ്, ആളെ ഖദർ അനുസരിച്ചാണ് അയക്കപ്പെട്ട ആളുണ്ടാവും. കാരണം അയച്ച ആളെ കലാമും അയച്ച ആളെ നിർദ്ദേശങ്ങളും ആൾക്കാർ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ, ആൾക്കാർ എടുക്കണം, ആൾക്കാർ ആ അയച്ച ആളെ ബഹുമാനിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളത് വേണ്ടേ? അതന്നെ ആ ഒരു വാക്ക് തന്നെയാണ് ചുരുക്കമീൽ ആർക്ക് പറഞ്ഞു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണത്. قال حدثنا سفيان بن وكيع قال حدثنا أبي عن المسعودي بهذا الإسناد نحوه بمعنى. ഇതേ സനദിൽ തന്നെ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ രണ്ട് ഹദീസ് എന്താ പറഞ്ഞു തരാത്തതെന്ന് ചോദിക്കണ്ട. രണ്ടാമത്തെ ഒരു ഹദീസും ഇവിടെ പറയേണ്ട. وبه قال حدثنا أحمد بن عبدة الضبي البصري وعلي بن حجر وأبو جعفر محمد بن الحسين وهو ابن أبي حليمة والمعنى واحد. قالوا حدثنا عيسى بن يونس عن عمر بن عبد الله مولى غفرة قال حدثني إبراهيم بن محمد من ولد علي بن أبي طالب رضي الله عنه. ഇപ്പോൾ കുറേ ആൾക്കാർ വലദീൻ്റെ പറയും ഉൽദി എന്ന് അറിയാം. എന്താണ് വലദിയാണ് ശരിക്കും വേണ്ടത്, ഉൽദി ലുഗത്താണ്. പക്ഷേ അതിൻ്റെ ഒരു പുതുമ കൊണ്ട് എല്ലാവർക്കും പുതുമ വേണമെന്ന് ഇറങ്ങിയപ്പോൾ എവിടെ ചെന്നാലും ഉൽദി എന്നറിയാം. വലദിയാണത്. അതായത് ഇബ്രാഹിം ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹു, അതായത് ഇബ്നുൽ ഹനഫിയ, മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ, ഒരു പറയുന്നു മിൻ വലദി അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു قال كان علي رضي الله عنه إذا وصف. ഒരു ഇബ്രാഹിം തങ്ങൾ പറയുന്നു, അലി ഇങ്ങനെ പറഞ്ഞു. ഇബ്രാഹിം തങ്ങൾ മുഹമ്മദ് ഇബ്നു ഹനഫിയൻ്റെ മകനാണ്. മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹുവിൻ്റെ മകനാണ് മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ എന്ന് പറയുന്ന ആൾ. അതായത് ഫാത്തിമ ബീവി എന്നല്ല. മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹുവിൻ്റെ മകനാണ്, ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ അടുത്ത് നിന്നല്ല.
അപ്പോൾ ആളെ മകൻ ഇബ്രാഹിം എന്നുള്ള ആൾ പറയുന്നു, ഇബ്രാഹിം അലി റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ല. അപ്പോൾ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഒരു പറയുന്നു കാന അലിയുൻ, അലി ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അപ്പോൾ ഉപ്പ പറഞ്ഞിരുന്നു എന്ന് മുഹമ്മദ് ബിൻ ഹനഫിയ തങ്ങൾ പറഞ്ഞു കൊടുത്തതായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ അലി പറയുന്നത് കേട്ടു എന്നല്ല പറഞ്ഞത്, അലി റളിയല്ലാഹു ഇങ്ങനെ പറഞ്ഞിരുന്നു, അത് ഉപ്പ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും മുഹമ്മദ് ബിൻ ഹനഫിയ. കാന അലിയുൻ ഇദാ വസഫ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പേരിൽ സ്വലാത്ത് കേട്ടത് സ്വലാത്തല്ല. കാന അലിയുൻ ഇദാ വസഫ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലി റളിയല്ലാഹു നബിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ഫിച്ച് പറഞ്ഞാൽ ഖാൽ ലം യകുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്തവീലിൽ മുമ്മഗിതി, ഭയങ്കര നീളം കൂടിയതല്ല. അപ്പം നീളമല്ല എന്നല്ല പറഞ്ഞത്, നീളം കൂടിയതല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. വലാ ബിൽ ഖസീരിൽ മുതറദ്ദിദി, അതായത് ഭയങ്കര നീളം കുറഞ്ഞിട്ടുമല്ല. അതെന്താണ്? വകാന റബ്അതൻ മിനൽ ഖൗം, അതായത് ആൾക്കാരിൽ നീളം മീഡിയം ഉള്ളതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നീളത്തിനെ കുറിച്ച് പറഞ്ഞു. വലം യകും ബിൽ ജഅദിൽ ഖതതി വലാ ബിസ്സബതി, മുടിൻ്റെ കാന ജഅദൻ റജില, ഉറപ്പിക്കുകയാണ്. മറ്റേത് നീളം ഇങ്ങനെയല്ല, റബ്അത്ത് എന്ന് അറിഞ്ഞിട്ട് ഉറപ്പിച്ചു. മുടി ചുരുണ്ടിട്ടുമല്ല, ഭയങ്കര ചുരുണ്ടിട്ടുമല്ല, എന്തല്ല സ്ട്രെയിറ്റുമല്ല. എങ്ങനെയായിരുന്നു? കാന ജഅദൻ റജില, ജഅദൻ മുടി ചുരുണ്ടിട്ടുമാണ്, അതിനൊപ്പം സ്ട്രെയിറ്റുമാണ്. അതായത് മറ്റേൽ ഫീ തസന്നി എന്നറിഞ്ഞ ഹദീസ് വരുന്നുണ്ട്, അതായത് നീളത്തിലൊരു ചുരുളുണ്ട്. വലം യകും ബിൽ മുതഹമി വലാ ബിൽ മുകൽസമി, ഇതൊക്കെ വരാൻ പോകുന്നുണ്ട്. അതായത് വലം യകുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിൽ മുതഹമി വലാ ബിൽ മുകൽസമി. വകാന, മുതഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താണ് തടിയുള്ളതായിരുന്നില്ല. മുകൽസം എന്ന് പറഞ്ഞാൽ ഉരുണ്ട മുഖമായിരുന്നില്ല. അപ്പോൾ എന്താണ് തടിയുടെ വിശേഷണം, ശരീരരൂപത്തിൻ്റെ പ്രകൃതി പറയാണ്. അപ്പോൾ വലം യകുൻ ഇതുവരെ പറയാത്ത ഒന്നാണ്. മുതഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര തടിയുള്ളത്, മുകൽസം എന്ന് പറഞ്ഞാൽ ഉരുണ്ട മുഖമുള്ളത്, വട്ടം മുഖം, അതായത് തടി കൊണ്ട്. വകാന, ഇനി അത് ആ പറഞ്ഞത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. കണ്ട, അലി റളിയല്ലാഹുവിൻ്റെ രീതിയാണത്. ഇങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെയാണ്, ഇങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെയാണ്. വകാന ഫി വജ്ഹി തദ്വീറുൻ, ആ മുഖത്തിൽ എന്തുണ്ടായിരുന്നു? ഒരു ചെറുതായി, അതായത് നീളത്തിലുള്ളതല്ല, ഒരു എന്തുണ്ട് ചെറുതായ അബിയദു, ഇനി നിറം പറയാം. അബിയദു മുഷ്റബുൻ, വെളുപ്പിൽ ചുവപ്പ് കലർന്നതാണ്. ഇനി എന്താണ്? കണ്ണിൻ്റെ വിശേഷണം പറയാണ്. അദ്അജുൽ ഐനൈൻ, കണ്ണിൻ്റെ ഉണ്ണി ഭയങ്കര കറുത്തിട്ടുള്ള ഉണ്ണിയായിരുന്നു, എടുത്ത് കാണാൻ പറ്റുമെന്ന്. അഹ്ദബുൽ അഷ്ഫാർ, അഹ്ദബുൽ അഷ്ഫാർ എന്ന് പറഞ്ഞാൽ നല്ല, അതായത് ഈ പുരികം എന്തായിരുന്നു? നീളമുള്ളതായിരുന്നു എന്ന്. അതാണ് മറ്റൊന്നിൽ പറയേണ്ടത്. എന്താണ്? കണ്ടാൽ ഇത് തേച്ച പോലെ ഉണ്ടാവും, തേച്ചില്ലെങ്കിലും. എന്നിട്ട് പറഞ്ഞു ജലീലുൽ മുഷാഷി വൽ കതദ്, മുഷാഷി വൽ കതദ് എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഈ ജോയിൻസും ഇതൊക്കെ, അതായത് ഷോൾഡറും ജോയിൻസൊക്കെ വീതിയും നീളമുള്ളതായിരുന്നു എന്ന് പറഞ്ഞ്. അജ്റദു, നെഞ്ചിൽ എന്തില്ല? രോമമില്ല, ഫുള്ളും ക്ലിയറാണ്. സൂ മസ്റബ, എന്നാലോ രോമുണ്ട്. അതായത് എങ്ങനെയായിരുന്നു? അതായത് ഇങ്ങനെ, അത് മറ്റൊരു ഹദീസ് വാള് പോലെ ആയിരുന്നു, അതായത് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടൊക്കെ മുടിയില്ല, എന്നാലോ ഇവിടെ നല്ല മുടിയുണ്ട്. മനസ്സിലായ? അതായത് ഇങ്ങനെ കാട് പിടിച്ച മുടിയായിട്ടല്ല. അപ്പോൾ അജറദായിരുന്നു, നെഞ്ചിലൊന്നും മുടി ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇവിടെ മുടി ഉണ്ടായിരുന്നു, സേഫ് പോലായിരുന്നു. വരുന്നുണ്ട്. അപ്പോൾ ആ വിശേഷണവും പറഞ്ഞ്. ഷസ്നുൽ കഫൈനി വൽ ഖദമൈൻ, ഷസ്നുൽ കഫൈനി. അപ്പോൾ എന്താണ് പറയുക? മുഷാഷും കതദും മനസ്സിലായില്ലേ?
മുഷാഷും കതദും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുക, ഈ എന്താണ് മുട്ടുന്ന, അത് തോള് മുട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞതാണ്. ഈ ഷെസ്നുൽ, അതായത് ഇവിടുത്തെ ജോയിൻസും തോളൊക്കെ ബ്രോഡായിരുന്നു, ജോയിൻസൊക്കെ ശക്തിയായിരുന്നു എന്ന് പറഞ്ഞതാണ്. ഇനി പറയാണ് ഷെസ്നുൽ കഫൈനി വൽ ഖദമൈൻ, കയ്യും കാലും എന്താണ് നല്ല വീതിയും ഇതായിരുന്നു എന്ന്. ഷെസ്ന് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ളത്, അതായത് വിരലുകൾ കൈയൊക്കെ ഭയങ്കര ബലമുള്ള കൈയാണ്, കാണുമ്പോൾ തന്നെ ബലമുള്ള കൈയാണ്. പക്ഷെ അത് വിചാരിച്ചിട്ട് ഉള്ളിൽ സോഫ്റ്റ് ആയിരുന്നില്ല എന്നല്ല, അത് വരുന്നുണ്ട്. പുറത്തൊക്കെ കാണുമ്പോൾ ഭയങ്കര, അതായത് ഒരു ശക്തി, ഭയങ്കര ബലം എടുക്കുന്ന ഒരാളെ കൈയും കാലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വെള്ളയിലുണ്ട്, പക്ഷെ കൈ വെള്ളയിലൊരു പ്രത്യേകത ഉണ്ട്, അത് വരുന്നുണ്ട്. കൈയൊക്കെ അങ്ങനെ ആയിരുന്നു എന്ന്. കഫ് എന്ന് പറഞ്ഞാൽ ഇതിനെ കഫ് എന്ന് വിളിക്കുക, ഇതിനല്ല കഫ് എന്ന് വിളിക്കുക, ഈ സാധനത്തിനെ കഫ് എന്ന് വിളിക്കുക, വെള്ളക്ക്. അതന്നെ നല്ല സ്ട്രോങ് ആണ്, കാണുമ്പോൾ തന്നെ നല്ല സ്ട്രോങ് ആണ്, പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. ഇതാ മഷ, അത് വരുന്നുണ്ട്, കൈ എങ്ങനെയെന്ന് വരുന്നുണ്ട്. ഇതാ മഷ, നടന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു കഴിഞ്ഞാൽ തഖല്ലഅ, അതായത് ശക്തിയിൽ നടക്കും, പറിക്കണ പോലെ ശക്തിയിൽ നടക്കും. കഅന്നമാ യൻഹത്തു മിൻ സബബ്, അതായത് ഒരു ചെരിവീന്ന് മോളിൽ നിന്ന് താഴേക്ക് ഇറങ്ങണ പോലെ ഉണ്ടാവുമെന്ന്. അത് മറ്റേ ഹദീസിൽ മലൻ്റെ താഴേക്ക് ഇറങ്ങണ പോലെ എന്നൊക്കെ പറഞ്ഞല്ലോ, അതന്നെ. അപ്പം നടത്തം എങ്ങനെയാണെന്ന് പറഞ്ഞ്, രൂപം പറഞ്ഞ്, നടത്തം എങ്ങനെയാണെന്ന് പറഞ്ഞ്. ഇനി നടത്തം പറഞ്ഞു കഴിഞ്ഞാൽ രൂപത്തിനെ കുറിച്ച് പറഞ്ഞ്, പുറമേയുള്ള നടത്തത്തിനെ കുറിച്ച് പറഞ്ഞ്, അപ്പം അതിനൊപ്പം പറഞ്ഞ് വഇദൽ തഫതൽ തഫത മഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞാൽ വെറുതെ ഇങ്ങനെ തിരിയായിരുന്നില്ല, അതായത് ഇങ്ങനെ സലാമിൻ്റെ തിരിയലൊക്കെ ഉണ്ട്, ഇങ്ങനെ തിരിയുക, ഇവിടെ ഉള്ള ആളെങ്ങനെ നോക്കും, ഇവിടെ ഉള്ള അങ്ങനെ ഉണ്ട്. പക്ഷേ ഒരാൾ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി തിരിയായിരുന്നില്ല, അപ്പോൾ പൂർണ്ണമായി തിരിയായിരുന്നു. അപ്പം പിന്നെ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ടല്ല, അത് നോക്കില്ല എന്ന് വന്നിട്ടില്ല, മനസ്സിലായ? ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കില്ല എന്ന് വന്നിട്ടില്ല, പക്ഷേ ബാക്കിയുള്ള ഒരാൾ ഇങ്ങനെയാണ്ട് തിരിഞ്ഞ് നോക്കില്ല, അങ്ങനെയാണ്ട് ഭയങ്കരമായി തിരിഞ്ഞ് ബാക്കിലേക്ക് നോക്കില്ല, ആണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിയും, മനസ്സിലായ? പിന്നെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആൾക്ക് മുഖം കൊടുക്കും, മനസ്സിലായ? അപ്പോൾ ഒരാൾ മജ്ലിസിൽ ഇങ്ങനെ വട്ടായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നബി ഇങ്ങനെ എല്ലാവരും നോക്കിയിരുന്നില്ല എന്ന് വന്നിട്ടില്ല, മനസ്സിലായ? തിരിഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞാൽ വന്നിട്ട് ഇനി പറഞ്ഞ് ബൈന കതിഫൈഹി ഖാതമുൻ നുബുവതി, അതായത് കതിഫിൻ്റെ പുറകിൽ നുബുവത്തിൻ്റെ ഖാതമുണ്ട്, അതെങ്ങനെയാണെന്നുള്ളതും വരുന്നുണ്ട് ഒരു ബാബ്. അത് നേരെ നെഞ്ചിൻ്റെ ഹാർട്ടിൻ്റെ നേരെ പുറകിലാണ്. വഹുവ ഖാതിമുൻ നബിയീൻ, ഇനി നബി എന്താന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വഹുവ ഖാതിമുൻ നബിയീൻ, അവസാനത്തെ നബിയാണ്. അപ്പോൾ ഖാതിമുൻ നബിയീൻ ആണെങ്കിൽ എല്ലാ അമ്പിയാക്കളും കൊടുന്നതും കൂടി കൊണ്ടുവരണം. അപ്പോൾ ഉയർന്ന രൂപവും സ്ഥാനവും ഉണ്ടാവണം. അജ്വദുന്നാസി സദ്റ, ഏറ്റവും നല്ല, അതായത് എല്ലാവർക്കും ഖൈർ ഉദ്ദേശിക്കുന്ന ജവാദായ മനസ്സുള്ള ആളായിരുന്നു. അതായത് പറയുന്നത് ഈ വിശേഷണം പറയുന്നത് ഖത്മുനുബുവത്തിന് ശേഷമാണ്, പക്ഷേ രൂപവും ഇപ്പം നബീനെ കുറിച്ചിട്ട് പറയുമ്പോൾ നബിയാണെന്ന് അറിയുമ്പോൾ നുബുവത്ത് കിട്ടിയിട്ടല്ല, നബി ആവണേൻ്റെ മുമ്പും രൂപം അങ്ങനെ തന്നെയാണ്. പക്ഷെ ആയതിൻ്റെ ശേഷം കൂടുതൽ ഇങ്ങനെ ഉയർന്നു വരുമല്ലോ, അല്ലാണ്ട് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ ഉയർക്കില്ലല്ലോ, മനസ്സിലായില്ല? അപ്പോൾ അജ്വദുന്നാസി സദ്റ, അതായത് ഒരാൾ വന്നിട്ട് തല്ലൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുടെ മനസ്സിൽ വെക്കില്ല. സദർ ഭയങ്കര ക്ലിയറാണ്, ജവാദാണ്, ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്. നമ്മൾ എന്താണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹിൽ ഓതിയല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്ത് ഒരാൾ വന്നിട്ട് പിടിച്ചു വലിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇതാ പിടിച്ചു വലിച്ച അതൊക്കെ ഓതിയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും ആൾക്കാരോട് നല്ല മനസ്സുള്ളതാണ്. വഅസ്ദഖുന്നാസി ലഹ്ജ, ഈ കാലത്ത് ഏറ്റവും നമ്മൾ നബീനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, പഠിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദന്മാർക്കും നമ്മൾക്കൊക്കെ പഠിക്കാൻ വേണ്ടി എടുത്ത് പറയേണ്ട ഒന്നാണ് അസ്ദഖുന്നാസി ലഹ്ജതൻ,
ആ സ്വരം സിദുക്കുള്ള സ്വരമായിരുന്നു, അതായത് സംസാരം സിദുക്കുള്ളതായിരുന്നു. അതായത് ഒരാൾ ആ പറയുന്നത് എന്താന്ന് കേട്ട് കഴിഞ്ഞാൽ ഊഹിച്ചെടുക്കേണ്ട, ആ പറഞ്ഞത് തന്നെ ആയിരിക്കും. അത് ഇന്ന് ഭയങ്കര കുറവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. ഇന്ന് നുണയാണ് കൂടുതലും. നുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നുണയാണ്, പച്ച നുണ, മനുഷ്യർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും പച്ച നുണ. അതായത് ഒരാൾ പറയാണ് ഇന്ന ഉസ്താദ് ഇന്നതൊക്കെ ചെയ്തു, ഒരാൾ ഇന്നെ കുറിച്ചിട്ട് എന്തൊക്കെ എഴുതി കൂട്ടി. മൂപ്പരോട് ഞാൻ പറഞ്ഞേ അങ്ങനെ ഒന്നുമല്ല ഉള്ളത്, അസ്തഗ്ഫിറുല്ലാഹ്, അങ്ങനെയല്ല, അത് നുണയാണ്. അപ്പോൾ മൂപ്പര് അത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ തന്നെ വിനയല്ല ഉപയോഗിക്കുള്ളൂ, ഇത് എൻ്റെ അഭിപ്രായമാണ്. മൂപ്പര് അഭിപ്രായമാക്കി, ഇല്ലാത്തൊരു സാധനം എങ്ങനെ അഭിപ്രായമാവുന്നത്? മറ്റൊരാളെ കൊണ്ട് ഞാൻ എഴുതിപ്പിച്ചപ്പോൾ മൂപ്പര് വീണ്ടും റിപ്ലൈ ചെയ്ത് അതിൻ്റെ അഭിപ്രായം. മൂപ്പരെ വിനയം കൊണ്ടാണ് മൂപ്പര് അതില്ല എന്ന് പറയുന്നത്. അതെങ്ങനെ ഇല്ലാത്തൊരു കാര്യം വിനയമാവുന്നത്? ഒരാൾ ഒരാൾ ഇരുത്തിയിട്ട് പറയാണ് ഞാൻ 100 റക്അത്ത് ഒരു ദിവസത്തിൽ നിസ്കരിക്കണം. ഞാൻ നിസ്കരിക്കാറില്ല, 100 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല. നുണയാണ്, മഹ്വായ നുണയാണ്. ഇല്ലാത്തൊരു സാധനം ഉണ്ട് എന്നെങ്ങനെ പറയാ? അവിടെ മറ്റൊരു വേളയിൽ ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ എന്താണ് പറയുക, ഒരു ദിവസം ഇന്ന ദിവസം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ദിവസം എനിക്ക് പറ്റാത്തത് കൊണ്ട് പിറ്റേ ദിവസം രാവിലെ സുബഹി കഴിഞ്ഞിട്ട് പോവാ, ട്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവിടെ ചെന്നപ്പോൾ പറഞ്ഞ് കുട്ടികളെ ഒഴിവുകളൊക്കെ പരിഗണിച്ച് ഇന്ന് റാത്തിബുള്ളതൊക്കെ പരിഗണിച്ചിട്ട് ഉസ്താദ് എന്ത് ചെയ്ത് നമ്മളെ സമയം പരിഗണിച്ചിട്ടാണ് രാവിലാക്കി. ഞാൻ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്, മഹ്ലായ നുണല്ല അത്. ഞാൻ എൻ്റെ സമയം പരിഗണിച്ചിട്ടുള്ളൂ, അവരുടെ സമയം പരിഗണിച്ചിട്ടില്ല. അപ്പോൾ അസ്ദഖുന്നാസിൽ നുണയാണ്. അത് ഭയങ്കര ശക്തമായി എതിർക്കേണ്ടതാണ്. ഒരാളിങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണിച്ച് കണ്ണൊക്കെ ചൊറിഞ്ഞപ്പോൾ ചുവന്ന കണ്ണായി പള്ളി കയറി വന്നപ്പോൾ മാഷാ അല്ലാഹ് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് അല്ലാഹ് പുറത്തരട്ടെ എന്നല്ല ഇവിടെ പറയുക. ഉറക്കത്തിൽ നനച്ച് കണ്ണ് ചൊറിഞ്ഞിട്ടാണ് ചോപ്പുള്ളത്, അല്ലാണ്ട് നിങ്ങൾ പറയണ പോലെയല്ല. അതാണ് നബി സല്ലല്ലാഹു അസ്ദഖുന്നാസിൽ അജ. നബീനെ കുറിച്ച് സംശയം വരുന്ന രൂപത്തിലുണ്ടെങ്കിൽ നബി അത് വെളിവാക്കി കൊടുക്കും, രണ്ട് രീതിക്കാണെങ്കിലും. മനസ്സിലായ? അതായത് തബീഅത്ത് ഏറ്റവും ലീനുള്ള ലീനിന് എന്താ മലയാളത്തിൽ അറിയാ? മയമുള്ള തബീഅത്താണ്, പ്രകൃതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അരീക്കാന്ന് പറഞ്ഞ തബീഅത്ത്. വഅക്റമുഹും ഇശ്റ, അതായത് ബന്ധം നല്ല കറമുള്ള ബന്ധമായിരുന്നു. അതായത് ആൾക്കാരെ മാനിക്കുന്നതും ആൾക്കാർക്ക് വില കൊടുക്കുന്ന ഒരു ബന്ധമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബിനെ കുറിച്ചിട്ട് ഒരു പൊതു പറയണം, മൻ റആഹു ബദീഹതൻ ഹാബഹു. പെട്ടെന്ന് നബിനെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഹൈബത്തുണ്ടാവും, ഗാംഭീര്യ ഹൈബ. വമൻ ഖാലതഹു മഅരിഫതൻ അഹബ്ബഹു. ഈ പറയപ്പെട്ട ഓരോന്നും സീറത്ത് എടുത്തിട്ട് നോക്കണ്ടെങ്കിൽ ഈ ഒരു ഹദീസ് തന്നെ വിശദീകരിക്കാൻ 1 മാസം 30 ദിവസം മുഴുവൻ എടുത്താലും തീരില്ല എന്നാണ് ഉറപ്പിച്ച് ഞാൻ പറയുന്നത്. 2 മണിക്കൂർ വെച്ചൊരു 30 ദിവസം എടുത്താൽ ഈ ഹദീസിൻ്റെ വിശദീകരണം തീരൂല. കാരണം ഓരോന്നിനും മൻ റആഹു ബദീഹത്തൻ, പെട്ടെന്ന് നബിനെ കണ്ടു കഴിഞ്ഞാൽ ഹാബഹു, ഹൈബത്തുണ്ട്. അതിലത്തൊന്നാണല്ലോ വഹി വരുന്നതിൻ്റെ മുമ്പ് തന്നെ അബൂജഹലും അബൂലഹബും കൂട്ടരൊക്കെ ഇതാക്കി. അതിൽ അബൂജഹൽ ഒരാളെ പറ്റിച്ചിട്ട് എന്ത് ചെയ്ത്, ആളെ പണം തിന്നു. ആൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയല്ലല്ലോ അന്ന്, അപ്പോൾ ആരെടുത്ത് പോയാലാ കാര്യം സാധിക്കുക? അപ്പോൾ പറഞ്ഞു മുഹമ്മദിൻ്റെ അടുത്ത് പോയെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ അടുത്ത് ചെന്നിട്ട് നബിനോട് ഇപ്പോൾ കാര്യം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇയാളെ ഹക്ക് കൊടുക്കുകയെന്ന് പറയും. ആ ഹക്കുണ്ട്, ഞാൻ എടുത്തേക്കാണ്, ഇപ്പോൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആളെന്ത് ചെയ്ത് അബൂജഹലിൻ്റെ വീട്ടിൽ പോയിട്ട് മുട്ടി.
എന്നപ്പോൾ ഇതാ നബിയെ ആളെ ഹക്ക് കൊടുക്കണം. അത് ഞാൻ എടുത്ത് വെച്ചേക്ക്, റെഡിയാക്കി വെച്ചേക്ക്, എപ്പോൾ എടുത്തോണ്ട് വരാമെന്ന് ഇറങ്ങിയിട്ട് ആൾ പോയി. അതുവരെ ആൾക്ക് കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചേരുന്ന ഒരു രീതിക്കായിരുന്നു. പെട്ടെന്ന് കണ്ടാൽ ഹാബഹു. അത് മുഖാബറത്ത്, അതവർക്ക് പെട്ടെന്ന് മുഖത്ത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റിയിട്ടല്ല. അതായത് ദൂരെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് പറയുക, നേരിട്ടിട്ടൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായില്ല? എല്ലാതും ഇടയിലുള്ള ഒരു പണികളാണ്. ഡയറക്റ്റ് ഒന്നും കളിക്കും, നേരിട്ട് മുന്നോട്ട് പോയിട്ട് ധൈര്യം എല്ലാവർക്കും. കുറച്ച് അങ്ങനെ അങ്ങോട്ട് കൂടി പോകുമ്പോൾ ഇങ്ങനെ പറയും. മനസ്സിലായ? വമൻ ഖാലതഹു മഅരിഫതൻ അഹബ്ബഹു, ഇഷ്ടത്തോടെ അല്ല, മഅരിഫ അറിഞ്ഞ്, നബിനെ അറിഞ്ഞിട്ട് മുഖാലത്തായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, ഒപ്പം ഉണ്ടായി കഴിഞ്ഞാൽ, അഹബ്ബഹു നബിനെ ഇഷ്ടപ്പെടും. യഖൂലു നാഇതുഹു, എല്ലാ ഒരാളും നബിയുടെ വിശേഷണം പറയുമ്പോൾ ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ. അതായത് ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തന്നെ ഇത്രേ പറയാൻ കഴിയണുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ എങ്ങനെ പറയാമെന്ന് വാക്കുകൾ വരുന്നില്ല. ലം അർ, അപ്പോൾ ചുരുക്കമായി ഞാൻ പറഞ്ഞുതരാം. ലം അറ ഖബ്ലഹു, നബിയുടെ മുമ്പും, വലാ ബഅദഹു, ശേഷവും നബിയുടെ പോലത്തെ, നബിയെക്കാട്ടി ഉയർന്നത് പോലെ തന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഉയർന്ന ഒരിക്കലും കാണില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ, അതല്ലേ എന്താണ് ഇതിൻ്റെ ഹസ്സൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇപ്പം ബെയ്ത്ത് പറഞ്ഞല്ലോ, ഉലിത്ത മുബറഅൻ മിൻ കുല്ലി ഖുബ്റത്തി ഹൈദിൻ എന്ന് പറഞ്ഞത് അതാണല്ലോ. ഖാല അബൂ ഈസ, അതായത് തിർമിദി പറയാണ്, സമിഅ്തു അബാ ജഅഫർ മുഹമ്മദ് ഇബ്നു ഹുസൈൻ യഖൂൽ സമിഅ്തു അസ്മഈയ യഖൂൽ, അസ്മഈ എന്ന് പറഞ്ഞ ലോകത്തിൻ്റെ വലിയ പണ്ഡിതൻ, ഫി തഫ്സീരി സിഫത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുമ്മഗീത്ത് എന്ന ഹദീസിൽ പറഞ്ഞത് എന്താണ്, അദ്ദാഹിബു തൂലൻ, നീളം ഭയങ്കര നീളമുള്ളത്. قال وسمعت أعرابيا يقول في كلامه تمغط في نشابته أي مدها مدا شديدا والمتردد الداخل بعض, ഇപ്പം ഞാൻ വിശദീകരിച്ചില്ല, മലയാളത്തിൽ പറഞ്ഞില്ല, അത് അറബിയിൽ പറയാണ് അർത്ഥങ്ങൾ. والمتردد الداخل بعضه في بعض قصرا, നീളം കുറഞ്ഞിട്ട്. وأما القطط അല്ല قطط فشديد الجعود, ഭയങ്കര ചുരുള്. والرجل الذي في شعره حجونة أي تثنين, അതായത് മുടിയിൽ കുറച്ചെന്ത്, കാന ജഅദൻ റജിലൻ എന്ന് പറഞ്ഞല്ലോ, റജിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് മുടിയിൽ എന്തുണ്ട്, ചുരുളുള്ളത്. വമ്മൽ മുതഹമു ഫൽ ബാദിനുൽ കസീറുൽ ലഹ്മി, മുതഹമു മുക്കൽസം പറഞ്ഞല്ലോ, മുതഹം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഭയങ്കര എന്തുള്ളത്, തടിയുള്ള ഇറച്ചുള്ളത്. വൽ മുക്കൽസമു മുദവ്വറുൽ വജ്ഹി, മുഖം എന്തായിരുന്നു അങ്ങനെയല്ലാന്ന്. വൽ മുഷ്റബു അല്ലദീ ഫീ ബയാദിഹി ഹുംറ, വൽ അദ്അജു, കണ്ണിൻ്റെ അദ്അജ എന്ന് പറഞ്ഞല്ലോ, ഷദീദു സവാദിൽ ഐനി, കണ്ണിൻ്റെ കറുപ്പ് ഭയങ്കരമായിരുന്നു. വൽ അഹ്ദബു തവീലുൽ അഷ്ഫാരി, അതായത് പീലി, കൺപീലികൾ നീളമുള്ളതായിരുന്നു. വൽ കതദു മുജ്തമഉൽ കദിഫൈനി വഹുവൽ കാഹിലു, അതായത് രണ്ടും കൂടി ഷോൾഡർ. والمسربة هو الشعر الدقيق الذي كأنه قضيب من الصدر إلى السرة, ഇവിടുന്ന് മുതൽ പൊക്കൾ വരെയുള്ളത് ഞാൻ പറഞ്ഞല്ലോ, മസ്റുബത്ത് എന്താന്ന് പറഞ്ഞല്ലോ. والشثن الغليظ الأصابع من الكفين والقدمين, വിരലുകൾ ഭയങ്കര ശക്തമായ ബലമുള്ള വിരലുകളാണ്, ഭയങ്കര ഇങ്ങനെ നേരിയതല്ല, നല്ല കട്ടിയുള്ള വിരലുകളായിരുന്നു. വത്തഖല്ലു, നടത്തത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ, തഖല്ലു പറിച്ചെടുക്കാന്ന്, അതായത് അയ്യംഷി ബിഖുവ, ബലത്തിൽ നടക്കുക എന്നുള്ളത്. വസ്സബബു, നടത്തത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, കന്നമായൻ ഹത്തു മിൻ സബബിൻ എന്നറിഞ്ഞല്ലോ, സബബ് എന്ന് പറഞ്ഞാൽ അൽ ഹദൂർ, അതായത് ചെരിവ്. തഖൂലു ഹദർനാ ഫി സബൂബിൻ വ സബബിൻ, അതായത് ചെരിവിയിൽ ഞങ്ങൾ നടന്നു എന്നുള്ളത് പറയും. വഖൗലുഹു ജലീലുൽ മുഷാഷി റുഊസുൽ മനാക്കിബി, എന്താണ് ഇത് മുഷാഷി, അതായത് ഈ ഇതിൻ്റെ റൂസ് എന്ന് പറഞ്ഞാൽ ജോയിൻ്റുകൾ, ഇത് അതൊക്കെ വലുതായിരുന്നു. വൽ ഇഷ്റത്തു അസ്സുഹ്ബ, ഇഷ്റത്ത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അക്രമുഹും ഇഷ്റത്ത് എന്ന് പറഞ്ഞാൽ, ഇഷ്റത്ത് എന്ന് പറഞ്ഞാൽ സുഹ്ബത്ത്. വൽ അഷീറു അസ്സാഹിബു വൽ ബദീഹത്തു അൽ മുഫാജഅ, ബദീഹത്ത് ആയിട്ട് കണ്ടാൽ പേടി ഹൈബത്ത് ഉണ്ടാവും എന്ന് അറിഞ്ഞല്ലോ, അപ്പം പെട്ടെന്ന് കണ്ടാലെന്ന്.
യുഖാലു ബദഹ്തുഹു ബി അംരി ഐ ഫജഅ്തുഹു. ലുഗത്തിൽ ഡിക്ഷണറി പറഞ്ഞതാണ്. എന്താണ് ഈ വാക്കുകൾ എന്താണെന്ന് അറിയാത്തവരോട് വാക്കുകൾ പറഞ്ഞതാണ്. قال حدثنا سفيان بن وكيع قال حدثنا جميع بن عمر بن عبد الرحمن العجلي إملاء علينا من كتابه قال حدثني رجل من بني تميم من ولد أبي هالة زوج خديجة يكنى أبا عبد الله عن ابن لأبي هالة هند بن أبي هالة رضي الله عنه ورجاريا هند بن أبي هالة عن الحسن بن علي حسن رضي الله عنه قال سألت خالي عند ഖാല് ഉമ്മാടെ സഹോദരൻ. ഈ ആരാണ് ഹിന്ദ് ബിൻ നബി? റബീബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളർത്തുപുത്രൻ, അതായത് റബീബ് വളർത്തുപുത്രൻ എന്ന് പറയുക. റബീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യൻ്റെ മകൻ, ഖദീജ ബീവിൻ്റെ മകനാണ് ഹിന്ദ്. ഹിന്ദും ഹാലത്തും ഉമ്മാടെ ആങ്ങള, ഉപ്പാടെ. അതായത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പ് അബൂ ഹാലനെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അബൂ ഹാലയെന്ന് 2 മക്കളുണ്ട്, ഹിന്ദും ഹാലത്തും. പിന്നെ അതീഖ് ഇബ്നു ഖാലിദിനുൽ മഖ്സൂമി എന്ന് പറഞ്ഞ ആളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആളയത്തുനിന്ന് ഒരു അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരു മകനുണ്ട്, പിന്നെ ഒരു പെൺകുട്ടിയുണ്ട്. അതിൽ ഹിന്ദിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഹിന്ദ് ഇബ്നു അബി ഹാല റളിയല്ലാഹു അൻഹു വകാന വസ്സാഫൻ, ഭയങ്കരമായി വിശേഷണങ്ങൾ പറയാൻ കഴിവുള്ള ഒരാളായിരുന്നു ഹിന്ദ് റളിയല്ലാഹു അൻഹു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റബീബാണ്, ചെലവിയിലുണ്ടായിരുന്ന നബീനെ കാണുന്ന ഒരാളുമായിരുന്നു ആര്? ഹിന്ദ് റളിയല്ലാഹു അൻഹു. അപ്പം നബീനെ കുറിച്ച് കൂടുതൽ അറിയാം, വീട്ടിൽ നിന്ന് തന്നെ അറിയാം. അൻ ഹില്യത്തി, ഞാൻ ചോദിച്ചു. ആരോട്? ഖാലിനോട് ചോദിച്ചു. അൻ ഹിൽ, ചെറിയ വയസ്സുള്ള ആളുമായിരുന്നു ഹിന്ദ് റളിയല്ലാഹു അൻഹു. മനസ്സിലായി? ചെറിയ വയസ്സുള്ള ആളായിരുന്നു, തങ്ങളെ കാട്ടിയൊന്നല്ലേ, കുട്ടിയായിരുന്നു എന്ന് ഇവരൊക്കെ ചെറുപ്പത്തിൽ. അതായത് ഫാത്തിമ ബീവിനെ കാട്ടിയും വയസ്സ് കൂടുതൽ, പക്ഷെ ഫാത്തിമ കുറച്ച് അത്രയും വയസ്സ് കൂടുതലൊന്നുമില്ല, ഒരു 5, 6, 7, 8 അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയ കുട്ടിയല്ലേ. അതായത് നബീനെ ചെറുപ്പത്തിലേ കണ്ടു വന്നിട്ടുള്ള ഒരാളാണ്. പിന്നെ മരണപ്പെട്ടത് അല്ല, തലാഖ് അല്ലിയതും അതൊക്കെ ഉണ്ട്, അത് വേറെ വിഷയം, നമ്മൾ ഇതിൽ കിടക്കാം. അപ്പോൾ ഞാൻ ഖാലിനോട് ചോദിച്ചു. അൻ ഹിലിയത്തിൻ, ആണാണ്, ഹിന്ദ് ആണിൻ്റെ പേരാണ്, ആണും പെണ്ണൊക്കെ ഉപയോഗിക്കുന്ന പേരാണ് ഹിന്ദ്. മോന് ഹിന്ദ് ഇബ്നു അബി ഹാലത റളിയല്ലാഹു അൻഹു. ഞാൻ ചോദിച്ചു ഖാലിൻ അൻ ഹിലിയത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിലിയത്ത്, രൂപത്തിൻ്റെ കോലം സല്ലല്ലാഹു അലൈഹി വസല്ലം. വ അന അഷ്തഹി, ഞാൻ കൊതിച്ചിരിക്കുകയാണ്. അൻ യസിഫ ലീ മിൻഹാ ഷൈഅൻ, എനിക്ക് എന്തേലും ഒരു വസ്ഫ് കിട്ടാനായിട്ട് ഞാൻ കൊതിച്ചു. എന്തിനാണ്? അതഅല്ലഖു ബിഹി, ഞാനത് പഠിക്കാനും ഞാനത് അറിയാനും വേണ്ടിയിട്ട്. അതാണ് തഅല്ലഖിൻ്റെ അവിടുത്തെ അർത്ഥം. ബന്ധപ്പെടുത്താനല്ല, അത് അറിഞ്ഞ് അത് മനസ്സിൽ ഉറപ്പിക്കാൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഫഖാൽ, അപ്പോൾ ഹിന്ദ് ഇബ്നു അബി ഹാല റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖ്മൻ മുഫഖ്ഖമാ. എന്താണ് ഫഖ്മൻ മുഫഖ്ഖമാ എന്നറിയുന്നത്? അതായത് സ്വയത്തിൽ ഫഖ്മായിരുന്നു, അതായത് സ്വയത്തിൻ്റെ വിശേഷണങ്ങളൊക്കെ ഭയങ്കര വലിയ വിശേഷണമായിരുന്നു. മാത്രമല്ല അത് രൂപത്തിലും ഭയങ്കര വലിയ രൂപമായിരുന്നു. മുഫഖ്ഖമ, ആൾക്കാരുടെ ഇടയിലും ഫഖ്മായിരുന്നു. അതായത് സ്വയത്തിലും പുറത്തുനിന്നും എല്ലാ അകത്തുനിന്നും പുറത്തുനിന്നൊക്കെ ഭയങ്കരമായിരുന്നു എന്നുള്ള അർത്ഥമാണ്. എല്ലാതും രൂപം സ്വഭാവമൊക്കെ അതിൽ പെട്ട്. എന്നിട്ട് ഇനി വിശേഷണത്തിൽ പോവാണ്. അതായത് പൊതു വാക്ക് പറഞ്ഞു, ഇനി ഉള്ളിക്കൊന്നൊന്നായിട്ട് പോവാണ്. അതായത് കൈ, ഫഹ്മ മുഫഖം എന്ന് പറഞ്ഞാൽ കൈ പെടും, കാല് പെടും, തല പെടും, എല്ലാതും പെടും. മാത്രമല്ല ബഹുമാനിക്കപ്പെടേണ്ട പെടും, വിശേഷണം പെടും, എല്ലാതും പെടും. യതലഅലഉ വജ്ഹുഹു തലാലുൽ ഖമരി ലൈലത്തൽ ബദ്രി, മുഖത്തിൻ്റെ തെളിച്ചം ഇനി വരാൻ പോകുന്നുണ്ട്. മുഖത്തിനെ കുറിച്ച് പറയണോടത്ത് ഇപ്പോഴും നമ്മളില്ല, ആമുഖത്തിലാണ്. അതായത് ഒന്നൊന്നായിട്ട് വിശദീകരിച്ച് തുടങ്ങിയിട്ടില്ല. എല്ലാതും കൂടിയുള്ള
ഹദീസുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളൂ. ദാമുകാണ്, ആദ്യത്തെ ബാബാണ്, പൊതുബാബാണ്. അപ്പോൾ ഒന്നൊന്നായിട്ട് എക്സ്ട്രാ ഇങ്ങനെ വരെയാണ്, അത് വിശദീകരിക്കുന്നതാണ് ഇനി അടുത്തുള്ള ബാബുകളൊക്കെ. മുഖം ഇങ്ങനെ തെളിഞ്ഞു വരും. തലാലു അൽ ഖമരി ലൈലത്തുൽ ബദ്രി, പൂർണ്ണ ചന്ദ്രനാവുമ്പോൾ എങ്ങനെയാണ് മുഖം, എങ്ങനെയാണ് വെളിച്ചമുണ്ടാവുക, അതുപോലത്തതാണ്. അതുപോലത്തത് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസ്ഫിൽ ചന്ദ്രന് പോലെയാണ്, സൂര്യൻ പോലെയാണ്, ചന്ദ്രൻ പോലെയാണെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്, അള്ളാഹു നൂറുസ്സമാവാത്തി വലർദ് മസലു നൂരി കമിഷ്കാത്തി എന്നറിയണ പോലെ ഉണ്ട്. അള്ളാഹിൻ്റെ നൂറ് മിഷ്കാത്തിൻ്റെ അല്ല, നബിയുടെ നൂറ് മിഷ്കാത്തിൻ്റെ നൂറ് പോലെയാണ് എന്ന് പറഞ്ഞ പോലെ ഉണ്ടാവും. അതായത് ശരിക്കും പറഞ്ഞാൽ തിരിച്ചാണ് വേണ്ടത്. മനസ്സിലായില്ല? അതായത് ഇത് നമ്മൾക്ക് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രൂപം മാത്രമാണ് അതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ പറയും സെയ്ദുൻ കൽ അസദി, സെയ്ദ് അസദ് പോലെയാണ്. അതിനെക്കാട്ടും ഉയർന്ന സെയ്ദുൻ അസദുൻ, സെയ്ദ് അസദാണ്. അസദുൻ ക സെയ്ദിൻ, അതിലുയർന്നതാണ്. ആ കോലത്തിലാണ് ഇത് വരുന്നത്. അങ്ങനല്ല, സൗന്ദര്യ സങ്കല്പത്തിൽ വെച്ചിട്ടല്ല, പറഞ്ഞിട്ട് നമ്മൾക്ക് മനസ്സിലാക്കിച്ച് തരാൻ ഇതിനെക്കാട്ടും വേറെ ഇല്ല. ഏത് കാലത്തും ഒരാൾ എന്ത് വന്നാലും അതുപോലെ പറഞ്ഞാൽ ആൾക്ക് തിരിയണം എന്നുണ്ടെങ്കിൽ ഇത് പറയണം. അതന്നെ കുറവാണ്. നബീൻ്റെ ഏത് വലിയ വിശേഷണം കൊടുത്താലും ആ നബീൻ്റെ കുറവാണ്. കാണുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇവരൊക്കെ കാണുമ്പോൾ തന്നെ മുസ്ലിമാവുന്നത്. മുസ്ലിമാവാത്തവർ നിഷേധിച്ചിട്ട് മുസ്ലിമാവാത്തവരാണ്. അല്ലെങ്കിൽ മുകളിലുള്ള ആൾക്കാർ തലയെ കയറ്റിയിട്ട് ഇവരെങ്ങനെ മാറ്റി എടുത്തിട്ടാണ് മുശ്രിക്ക് ഇവർ ഇതാവുന്നത്. അല്ലാണ്ട് നബീനെ കണ്ടിട്ട് വിശ്വസിക്കാൻ, നബി പറഞ്ഞത് വിശ്വസിക്കാണ്ടല്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹൻ്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെമ്മിലൂനി എന്ന് പറഞ്ഞിട്ട് വഹി ആദ്യം ഇറങ്ങിയപ്പോൾ പറഞ്ഞല്ലോ, നബീനെ, അതായത് ഇവിടെ നബിയാണ് എന്ന് നബി പറഞ്ഞല്ലോ. ജിബ്രീൽ വന്നു എന്ന് പറഞ്ഞു, അലൈഹിസ്സലാം വന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ലാ യുഹ്സികല്ലാഹു അബദൻ, നബിയാണ് എന്നുള്ളതിൽ ആർക്കും സംശയം വന്നില്ല. നബി വഹി വന്ന് എന്ന് പറഞ്ഞപ്പോൾ ഖദീജ ബീവി അങ്ങനെ തന്നെയാണോ എന്നല്ല ചോദിച്ചത്. ജിബ്രീൽ വന്ന് അല്ല, ഒരു മലക്ക് വന്ന് ഇഖ്റ എന്ന് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ അത് വഹി, അള്ളാൻ്റെ കലാമല്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ അല്ല വന്നത്. അപ്പോൾ അത് വഹിയല്ലേ ഇത്. അപ്പോൾ ശൈത്താനോ ജിന്നാണോ എന്നല്ലല്ലോ അവിടെ പറഞ്ഞു. ഖദീജ പറഞ്ഞു ഒരിക്കലും അതായിരിക്കില്ല, ഇതന്നെയാണ്. ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ അടുത്ത് പോയത്. പക്ഷെ അതന്നെയാണ്. സംശയം ഖദീജ ബീവിക്കില്ല. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ പറഞ്ഞ് ഇന്നക ലതസിലുർ റഹിം, അതായത് എല്ലാ പൂർണ്ണ വിശേഷണം നബിക്ക് മാത്രം ഒരുമിച്ച് കൊടുക്കുള്ളൂ. സാധാരണ മനുഷ്യർക്ക് ഉണ്ടാവില്ല ഇത്രയും പൂർണ്ണത. അപ്പോൾ നബി പറഞ്ഞ്, അപ്പോൾ ഖദീജ ബീവി ഏറ്റവും ആദ്യം വിശ്വസിച്ച ഖദീജ ബീവിയും മക്കളുമാണ്, വീട്ടിലുള്ളവരാണ്. കാരണം ഇവർക്ക് ഇത് നബിയാണ്, സംശയം വേണ്ട. ഇനി അടുത്ത അതുകൊണ്ട് ഖദീജ ബീവിൻ്റെ അടുത്തുനിന്ന് അങ്ങോട്ടൊരു ചോദ്യം ഉണ്ടായില്ല നബി തന്നെയാണോ എന്നുള്ള. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആദ്യം ഖദീജ ബീവിയും മക്കളുമാണ്. ഫാത്തിമ ബീവിയും സൈനബ് ബീവിയും ഒക്കെയാണ്. അപ്പോൾ പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ അത് ഖിലാഫുണ്ട്. അത് നമ്മളെന്താ പറയുക, എന്താണ് അവരിൽ ആരാണ് ആദ്യം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ പറയാം കുട്ടികളിൽ ആണുങ്ങൾ വലിയവരിൽ അബൂബക്കർ. പക്ഷേ വീട്ടിലത്തവരാണ് ആദ്യം. കാരണം ഖദീജ ബീവിനോട് പറഞ്ഞപ്പോൾ ഖദീജ ബീവിക്ക് സംശയമില്ല. അതന്നെ അല്ല അതെല്ലാതെ ഓപ്പണായി ഇനി വന്നു കഴിഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഖദീജ ബീവിൻ്റെ എടുത്ത് പറയേണ്ട ആവശ്യം വന്നില്ല മക്കളൊന്നും. അതുകൊണ്ട് സീറത്ത് എടുത്ത് നോക്കിയാൽ മക്കൾ ഇന്ന സമയത്ത് വിശ്വസിച്ചൊന്നും ഒന്നിലും കാണൂല. കാരണം എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ആദ്യം വിശ്വസിക്കുക വീട്ടുകാരല്ലേ.
അല്ല പറയലോട് വിശ്വസിക്കുന്ന കഴിഞ്ഞില്ലല്ലേ? അല്ല, പറയലോട് തയ്യാറ് കഴിഞ്ഞ് ഇനി വന്നാൽ അപ്പം തന്നെ ആയി. മനസ്സിലായ? വറഖത്ത് ബിൻ നൗഫൽ പറയണതിൻ്റെ മുമ്പല്ലേ ഖദീജ ബീവി പറഞ്ഞത് സല്ലല്ലാഹു മാത്രമല്ല എന്ത് കാരണം പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നുണ്ട്. അവിടെ പേടിക്കണ്ടെന്ന് അറിയണോടത്ത് എന്തിനു പറയണം? എന്താണ് ഇന്നക ലാ തസിലുർ റഹിം എന്ന് എന്തിനു പറയണം? നിങ്ങൾ പേടിച്ച് വന്നാൽ നിങ്ങളെ കാര്യം അറിയോ? അല്ലെങ്കിൽ നമ്മളൊക്കെ പേടിച്ച് വന്നാൽ നിങ്ങളൊന്നും പേടിക്കേണ്ട, ആൾക്കാർക്കൊക്കെ നിങ്ങൾ പൈസ കൊടുക്കുന്നതല്ലേ ഇതാക്കുന്നതല്ലേ എന്ന് പറയോ? ബുദ്ധിമുട്ടിക്കില്ല എന്നല്ല അവിടെ പറഞ്ഞത്. അത് ശരിയാക്കാണ്. അതായത് ഇതൊക്കെ ഒരുമിച്ച് കൂടില്ല സാധാ മനുഷ്യനിൽ. നിങ്ങൾ പറഞ്ഞ് ശരി തന്നെയാണെന്നാണ് ഇവിടെ ഉറപ്പിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു إنك لا تصل الرحم وتحمل الكل وتعين على نوائب الحق إلى آخره. نعم. يتلالى وجهه تلألؤ القمر إليه. മുഖം തെളിച്ചമുണ്ടാവും. എങ്ങനത്തെ തെളിച്ചം? അത് ഓരോരുത്തരെ നോട്ടമനുസരിച്ച്. ചെറിയ കുട്ടിക്കാണെങ്കിൽ നോക്കുമ്പോൾ എന്തെങ്കിലും കമർ പോലെയാണ്. അത് ഒരു ഹാലനുസരിച്ചിട്ടാണ്. ചില സമയത്ത് ഭയങ്കര ഹൈബത്തായിരിക്കും. മർആഹു ബദീഹത്തൻ ഹാബഹു എന്ന് അറിഞ്ഞല്ലോ. അപ്പോൾ ആൾക്ക് ഷംസ് പോലെ ആയിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ബദർ എന്ന് പറഞ്ഞ പൂർണ്ണ ചന്ദ്രൻ. ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ പോലെ. ഖമർ എന്ന് പറഞ്ഞാൽ ഖമർ, വെറും ഖമർ. അത് ഹിലാലാവാം, എന്തോ ആവാം. അപ്പോൾ അതന്നെ റിപ്പോർട്ട്. ഷംസ് എന്ന് പറയുന്നവരൊക്കെ ഏകദേശം വലിയ ആൾക്കാർ, കുറച്ച് വലിയ ആൾക്കാരാണ്. അതായത് അവർക്ക് അത് ഷംസ് പോലെയാണ് നബി. അപ്പോൾ ഖമറും ഷംസും പോലെ ആ രണ്ടിലും ഉപരിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാലനുസരിച്ചിരിക്കും. അത്വല മിനൽ മർബൂ'. ഇപ്പം കുറച്ച് പറഞ്ഞേന്ന് കുറച്ചുകൂടി വിശദീകരണം പറഞ്ഞു. നീളത്തിൽ സാധാരണക്കാട്ടും കുറച്ച് നീളം കൂടുതൽ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വഅഖ്സറ മിനൽ മുശദ്ദബി. മുശദ്ദബ് എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ് നീളം കൂടുതലില്ലേ, അതിനെക്കാട്ടും നീളം കുറവാണ്. മനസ്സിലായ? മർബൂ എന്ന് പറഞ്ഞാൽ സാധാരണക്കാട്ടും നീളം ഉണ്ട്, പക്ഷേ നീളം ഭയങ്കരമായിട്ടുള്ള മെലിഞ്ഞ് നീളം ആളുണ്ടാവില്ലേ, അതിനെക്കാട്ടും നീളം കുറവാണ്. ഭയങ്കര നീളമല്ലാന്ന്. അദീമൽ ഹാമതി. ഞാൻ പറഞ്ഞല്ലോ തലേനെ കുറിച്ച് പറയാണ്. ഭയങ്കര വലിയ ദഹ്മർ റാസി എന്ന് പറഞ്ഞല്ലോ, അതന്നെ അദീമൽ ഹാമതി. തല ഭയങ്കര വലിയ തലയാണ്. റജില ഷാരി. റജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയിൽ ചുരുളുള്ള. ഇപ്പോൾ കുറച്ച് നേരത്തെ വിശദീകരിച്ചല്ലോ റജിലൻ എന്നറിഞ്ഞല്ലോ. അതായത് എന്താണ് നീളത്തിൽ ചുരുളുണ്ട്. ചുരുളല്ലാന്ന്. അതായത് സ്ട്രെയിറ്റിനൊപ്പം ചെറിയ ചുരുളുണ്ട്. إن انفرقت عقيقته فرق وإلا فلا. എന്താ പറഞ്ഞത്? ഇൻ انفرقت عقيقته. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടി ഇങ്ങനെ ആക്കിയാൽ, അതായത് നിറം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കിയാൽ ഇങ്ങനെ ആവും, ആക്കിയില്ലെങ്കിൽ അങ്ങനെ തന്നെ കിടക്കും. മുടിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് ഇങ്ങനെ ആക്കിയാൽ ഇങ്ങനെ കിടക്കും. മുടി ചെറുതല്ലാന്ന്, ഇങ്ങനെ ആക്കിയാൽ കിടക്കാണ്ടിരിക്കില്ല എന്ന്. അങ്ങനെ ആക്കി കിടക്കും, ഇല്ലെങ്കിലും നല്ല രീതിക്കാണ് കിടക്കാന്ന്. മുടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റജിൽ മുതൽ മുടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫറഖ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുടി ഇങ്ങനെ ആക്കല്ലേ, നടക്കുന്ന എടുക്കുക. യുജാവിസു ശഅറുഹു ശഹ്മത ഉദുനൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടി എന്താണ് ഇദാ വഫറഹു, വളർത്തി കഴിഞ്ഞാൽ, അതായത് വെറുതെ വിട്ട് കഴിഞ്ഞാൽ ചെവിടിൻ്റെ ഇതിൻ്റെ താഴേക്ക് വളർന്നു വരുന്നതെന്ന്. ഇദാ വഫറഹു, അതായത് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഈരി ഇതാക്കിയാൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് അസ്ഹറല്ലൗനി. അസ്മറല്ലൗനി എന്നും അബിയദ മുഷ്റബ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ വിശദീകരണമാണ്. അസ്ഹറല്ലൗനി അതായത് വെളുപ്പിയിൽ ചുവപ്പ് കലർന്നതായിരുന്നു എന്ന്. വാസിഅൽ ജബീൻ, നെറ്റി വിടർന്നതാണ്. അസജ്ജൽ ഹവാജിബ്. അസജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുക? സൈഡിൽ മുനപ്പുള്ള, നീളത്തിലും സൈഡിൽ മുനപ്പുള്ള എന്തായിരുന്നു? പുരുകമായിരുന്നു. സവാബിഗ.
പൂർണ്ണമായതാണ്. അത് വരുന്നുണ്ട് സവാബിഗ, പൂർണ്ണമായതാണ്. അതായത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനത്തെ ഇതല്ല, പൂർണ്ണമായ ഇതാണ്. ഫി ഗൈരി ഖറനിൻ, മുട്ടൂല. ഫി ഗൈരി ഖറനിൻ, മുട്ടൂല, ഫുള്ളാണ് പക്ഷെ മുട്ടൂല. അപ്പോൾ ഇനി ഒരു ഹദീസിൽ വരാൻ പോകുന്നുണ്ട്, ഒരു ഹദീസിൽ അക്രന എന്ന് പറഞ്ഞിട്ടുണ്ട്, മുട്ടയുണ്ടെന്ന്. അതെന്താ വെച്ചാൽ ഇവിടെ ചെറിയ മുടി ഉണ്ടാവുമല്ലോ, പൊടി പാറുമ്പോൾ അവിടെ മുടിയായി എന്ന് തോന്നുന്നതാണ്. യാത്ര പോയപ്പോൾ ഉണ്ടായതാണത്. അതന്നെ, അത് വരാനുണ്ട്. ബൈനഹുമാ ഇർഖുൻ, അതിൻ്റെ ഇടയിൽ ഇവിടെ ഇവിടെ ഈ സൈഡ് ഇവിടെ എന്തുണ്ട്, ഒരു ഞരമ്പുണ്ട്. യുദിറുഹുൽ ഗദബ്, ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അത് വീർക്കും, കണ്ടാൽ തന്നെ മനസ്സിൽ ചോര കാണും. അത്രയും ദേഷ്യം പിടിച്ചാൽ മുഖം ചോക്കും എന്ന് മാത്രമല്ല, ഇവിടുത്തെ ഞരമ്പ് ഭയങ്കര കട്ടിയിൽ കാണും. എന്നിട്ട് പറഞ്ഞു അഖ്നൽ ഇർനീൻ, അതായത് ഇർനീൻ എന്ന് പറഞ്ഞാൽ മൂക്ക്, അഖ്ന എന്ന് പറഞ്ഞാൽ നീളത്തോടെ മൂക്കിന് എന്തുണ്ട്, ഒരു മുനപ്പുണ്ട്. ലഹു നൂറുൻ, മൂക്കിനെ കുറിച്ച് കൂടുതലും വിശദീകരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ ഒരു ഒപ്പിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള എതിർ വാക്കുകൾ വന്നിട്ടുള്ള മൂക്കിനെ കുറിച്ചിട്ടാണ്. കാരണം മുഖത്തിൻ്റെ ഭംഗി മൂക്കാണ്. ആ മുഖം കൂടുതലും നോക്കി മൂക്കിൻ്റെ രൂപം എങ്ങനെയാണെന്ന് നോക്കാൻ പ്രയാസമാണ്. മനസ്സിലായ? മുഖം തന്നെ പൂർണ്ണമായി നോക്കാൻ പ്രയാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മൂക്കിയിലാണ് ഏറ്റവും കൂടുതൽ ഹദീസുകളിൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. അതന്നെ, അത് ഖാൽ നഅം ലഹു നൂറുൻ യഅലൂഹ്, മുഖത്തൊരു പ്രകാശമുണ്ട്. യഹ്സിബുഹു മൻ ലം യതഅമ്മൽഹു അശമ്മ, ആ മൂക്കിനൊക്കെ പ്രകാശമുണ്ടെന്ന്. യഹ്സിബുഹു മൻ ലം യതഅമ്മൽഹു അശമ്മ, അതായത് ഒരാൾ, അതായത് നന്നായിട്ട് നോക്കാത്ത ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ആ മൂക്ക് ഭയങ്കര എന്താണ് പറയുക, അശമ്മാണ്. അതായത് മൂക്ക് ഭയങ്കര മുനപ്പും ഭയങ്കര ഇതാണ്, ഒട്ടിച്ചിട്ടാണ് തോന്നും. അതായത് മൂക്ക് കാണുമ്പോൾ ഇങ്ങനെയാണ് തോന്നും. അങ്ങനെയല്ല. എനിക്ക് താടിനെ കുറിച്ച് പറയും. കസ്സല്ലിഹ്യതി, കട്ടിയുള്ള എന്തായിരുന്നു, തിങ്ങിയ താടിയായിരുന്നു. സഹ്ലൽ ഖദ്ദൈൻ, ഭയങ്കര വീർത്തട്ടും ഇതായിട്ടല്ല, എന്നാലോ ഭയങ്കര ചപ്പിട്ടുമല്ല. വലിയൽ ഫമി, നല്ല ഇതുള്ള, ചെറിയ ചുണ്ടും ചെറിയ വായായിരുന്നില്ല, എന്നാലോ ഭയങ്കര ഇതല്ല ആയിരുന്നു. അതായത് ചിരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തൊക്കെ കാണും. എന്നാ മുഫല്ലജൽ അസ്നാൻ, പല്ലിൻ്റെ ഇടയിൽ വിടവുണ്ടായിരുന്നു. നവാജിദ് കണ്ടിരുന്നല്ലേ, ഹത്താ ബദത് നവാജിദു, ദയാള് ചെറിയിൽ കാണാണ്ട് വേണ്ട. ദഖീഖൽ മസ്റുബത്തി, അതായത് നെഞ്ചിൻ്റെ ഇത് ഭയങ്കര എന്താണ്, മുനപ്പുള്ളതായിരുന്നു. അല്ലാണ്ട് ഇങ്ങനെ ഫുള്ളും മസ്റുബത്ത് അജ്റദും ആയിരുന്നല്ലേ നബി. അപ്പം ഇങ്ങോട്ടൊന്നും വ്യാപിച്ചതല്ല ഇവിടെ. كأن عنقه جيد دمية في صفاء الفضة, അത് ഉനുക്ക് എന്ന് പറഞ്ഞാൽ ജീദു ദുമ്യ, ജീദ് എന്ന് പറഞ്ഞാൽ ഉനുക്ക് തന്നെയാണ്. അതായത് പാവൻ്റെ ഇതുപോലെ ഉണ്ട്, അതായത് വെളുത്ത് കഴുത്തിൻ്റെ പെരടിയെ വെളുത്ത് ഏതുപോലെ എന്താണ്, വെള്ളി തിളങ്ങണ പോലെയാണ്. അതായത് പാവക്കുട്ടീൻ്റെ ഒക്കെ ഇതുണ്ടല്ലോ, അതായത് അത്രയും വെളുത്തിട്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രകാശം തോന്നും. എന്തില്, പെരടി കാണുമ്പോൾ തന്നെ ബാക്കിന്ന്. അപ്പോൾ വലിച്ചപ്പോൾ ചോന്നെന്ന് പറഞ്ഞൊക്കെ അതല്ലേ ഹസ്സൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മതാ യബ്ദു ഫിൽ ലൈലിൽ ബഹീമി ജബീനുഹു, നെറ്റിനെ കുറിച്ച് പറഞ്ഞ്. നെക്കും നെറ്റിയൊക്കെ പ്രകാശം തന്നെയായിരുന്നു. യലുഹ് മിസ്ല മിസ്ബാഹിദ്ദുജൽ മുതവഖിദി, ആ നെറ്റി തന്നെ രാത്രി കണ്ടു കഴിഞ്ഞാൽ പ്രകാശിക്കായിരുന്നു. ശരിക്കുള്ള പ്രകാശം തന്നെ ഉണ്ടായിരുന്നു പെരടിക്കും നെറ്റിനൊക്കെ. പക്ഷെ അത് വെള്ളപ്പാണ്ടും മിന്നാമിന്നിങ് പോലെ ഒന്നല്ലായിരുന്നു.
പ്രകാശം സൂചി അതന്നെ, അതും സ്ഥിരപ്പെട്ട തന്നെ അല്ലേ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചിട്ട്. അതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ആ മുഖത്തിലപ്പം നമ്മളുള്ളത്. ആ മുഖം തീരട്ടെ, വിശദീകരിച്ച് വരാൻ പോവുകയാണ് ഓരോ ബാബ് എടുത്തിട്ട്. പിന്നെ ഇങ്ങനെ ആയിക്കോട്ടെ, ഒരു എന്താണ് നമ്മളിങ്ങനെ ആലങ്കാരികമായിട്ടല്ല എന്നുള്ളത് ആയിഷ ബീവി റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ വ്യക്തമായി പറയുന്നുണ്ട്. രാത്രി ആ വെളിച്ചത്തോടെ ഞാൻ എടുത്തെന്നാണ് പറഞ്ഞത്. ആലങ്കാരികമാണെങ്കിൽ ആ വെളിച്ചത്തോണ്ട് എടുക്കാൻ പറ്റുമായിരുന്നില്ല. അതും ഹസനായ സനദാണ്, ലൈഫ് മൗളൂആയ സനദല്ലത്. മുഅ്തദിലൽ ഖൽഖി, രൂപം മുഅ്തദിലാണ്, എല്ലാത്തിൻ്റെയും ഇഅ്തിദാലുള്ളതാണ്. ഭയങ്കര തടിച്ചിട്ടോ ഭയങ്കര മെലിഞ്ഞിട്ടോ ഭയങ്കര നീളം കൂടിയിട്ടോ ഭയങ്കര എല്ലാതും ഇതാണ്. ബാദിനുൻ, തടിയുണ്ട്. മറ്റേ തടിയില്ല എന്ന് പറഞ്ഞല്ല, ഇതിൽ പറഞ്ഞു തടിയുണ്ട്. പക്ഷെ മുതമാസിക്കുൻ, നല്ല ഉറച്ച ശരീരമാണ്. തടിയോടൊപ്പം മെലിഞ്ഞിട്ടല്ല ശരീരം, അതായത് ഭയങ്കര ശരീരമാണ്. എല്ലാതും ഭയങ്കര എന്ന് പറയുന്ന പോലെ ശരീരത്തിൽ തടിയുണ്ട്. പക്ഷെ ആ ഇറച്ചി ഇങ്ങനെയല്ല, ഭയങ്കര ഉറച്ച ശരീരമാണ്, ഒത്ത ശരീരം. സവാഉനിൽ ബത്നു വസ്സദ്റു, വയറും നെഞ്ചും സമമായിരുന്നു. അല്ലാണ്ട് ഇപ്പോൾ ബോഡി ബിൽഡറിൻ്റെ പോലെ ഇങ്ങനെ ആയിരുന്നില്ല, സവ ആയിരുന്നു. അതാണ് പൂർണ്ണത. സിക്സ് പാക്ക് ആയിരിക്കാം, ആവാണ്ടിരിക്കാം, പക്ഷെ സമമായിരുന്നു. അല്ലാണ്ട് പറഞ്ഞു അരീദു സദരി, നമ്മൾ കുറച്ച് ബൈദ് മാബൈനൽ മങ്കി ബേക്കി എന്ന് പറഞ്ഞ് ഇവിടെ ബ്രോഡ് വൈഡായിരുന്നു നെഞ്ച്, അതന്നെയാണ്. എന്നിട്ട് ബൈദു മാബൈനൽ മങ്കി ബൈൻ, ബേക്കിയിലും നല്ല ബ്രോഡായിരുന്നു. അതായത് നെഞ്ചും നല്ല വീതി ഉണ്ടായിരുന്നു, ബേക്കിനും വീതി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ബഹ്മുൽ കറാദീസ്, ഖുർദൂസി നമ്മൾ പറഞ്ഞല്ലോ, ജോയൻസ്. അൻവറു പ്രകാശം. മുതജരീദ്, അതായത് എന്താണ് പറയുക, മുതജരീദ് എന്ന് പറഞ്ഞതാ ഇവിടെ ഉള്ളതൊക്കെ പ്രകാശമായിരുന്നു എന്ന്, അതായത് ശരീരത്തിൽ മുടിയില്ലാത്ത ഭാഗമൊക്കെ പ്രകാശമായിരുന്നു എന്ന്. മൗസൂലു മാ ബൈന ലബ്ബതി വസ്സുറ, ലബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം വസ്സുറത്തി, സുറത്ത് പൊക്കാള്. ബിഷഅരിൻ യജ്രി കൽ ഖത്തി, അതായത് ഇവിടെ മുടി ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ മുടി ഉണ്ടായിരുന്നു, ഇവിടെ ഒന്നും മുടി, ഈ സൈഡിലൊന്നും മുടിയില്ല, ആ ഭാഗത്തൊന്നും മുടിയില്ല, ഇങ്ങനെ സ്ട്രെയിറ്റ്. കൽ ഖത്തി എന്നല്ല പറഞ്ഞത്. ആര്യ സദിയൈനി, രണ്ട് എന്താണ് സുദിയും ആര്യ സുദിയൈനി, രണ്ട് ഇതും എന്താണ് ഈ ഭാഗം ചെസ്റ്റ് ഭാഗം എന്തായിരുന്നു, മുടി ഉണ്ടായിരുന്നില്ല. ഇവിടേക്ക് മുടിയില്ല, ഇവിടെ ഉണ്ട്. വൽ ബത്നി, വയറ്. മിമ്മ സിവാദാലിക്ക്, പറഞ്ഞ നീളം ഉള്ളത് മാത്രമല്ല, അതല്ല. മിമ്മ സിവാദാലിക്ക് അന അശ്അറു ദിറാഇൻ, കയ്യുകൾ, അതായത് ദിറാഇൽ മുടിയുണ്ട്. വൽ മൻകിബൈൻ വഅആലി സദർ, നെഞ്ചിൻ്റെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എവിടൊക്കെ മുടിയുണ്ട് എന്ന് അറിയാണ്. طويل الزندين طويل الزندين എന്താണ് പറഞ്ഞത്, റഹ്ബു റാഹത്തി, അതായത് റാഹത്തി, അതായത് വഅആലി സദർ, ഇവിടൊക്കെ മുടിയുണ്ട്. തവീലു സൻദൈൻ, അതായത് ഇവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടുത്തതൊക്കെ നല്ല ബലമുള്ളതായിരുന്നു. റഹ്ബർ റാഹത്തി, ഉള്ളിലത്തെ വെള്ള നല്ല എന്താ വിശാലമായിരുന്നു. ഷസ്നുൽ കഫൈനി വൽ ഖദമൈൻ, കയ്യും കാലും നല്ല കട്ടിയുള്ള ബലമുള്ളതായിരുന്നു, ചെറുതായിരുന്നില്ല. ഒരാളെ കൈ പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ച പോലെ ഉണ്ടാവും. സായിലുൽ അത്റാഫി ഔ ഷായിലുൽ അത്റാഫി, അതായത് സൈഡുകൾ, തറഫ് എന്ന് പറഞ്ഞ സൈഡുകളൊക്കെ എന്താണ്, നീളമുള്ളതാണ്, വീതിയുള്ളതാണ്, ബലമുള്ളതാണ്. അല്ലാണ്ട് എന്തല്ല, ഒന്നുമല്ലാത്തല്ലാന്ന്. ഖുംസാനുൽ അഖ്മസൈൻ, അഖ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്താണ്, കാലില്ലേ, എന്താണ് പറയുക, കാലിൻ്റെ ഇവിടൊക്കെ, അതായത് ഇങ്ങനെ ഇതായിരുന്നില്ല എന്ന്, സ്ട്രെയിറ്റ് ആയിരുന്നില്ല എന്ന്, അതായത് കാല് പതിയുമായിരുന്നു, നല്ല ശക്തിയിൽ പതിയുമായിരുന്നു എന്ന്.
മസീഹുൽ ഖദമൈൻ, അതായത് കാലുമ്മലൊന്നും പൊട്ടലോ വിള്ളലോ ചുരുളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മൃദുലമായ കാലേക്കും അത് മൃദുലം മാത്രമല്ല, സോഫ്റ്റ് മാത്രമല്ല ഇവിടെ പറയുന്നത്. ഒന്നും ഉണ്ടായിരുന്നില്ല, കാലുമ്മൽ ഇങ്ങനെ ഇതായി പൊട്ടലും ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. നീറ്റ് മാത്രമല്ല, കാല് അത്രയും ബലമുള്ളത് മാത്രമല്ല, പൊട്ടലോ. യംബു അൻഹുമൽ മാ, കാലുമ്മ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഉരുണ്ടു പോകും, ഒന്നും തടസ്സമായിട്ട് നിൽക്കില്ല. പൊന്തലോ താവലോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന്. ഇദാ സാല സാല ഖലആ, അതായത് നടന്നു കഴിഞ്ഞാൽ യഖ്തു തകഫിയൻ, അതായത് ആ കാലുമ്മന്ന് എന്തെങ്കിലും പോകണ്ടെങ്കിൽ അത് പറിച്ചെടുക്കണ പോലെ. അതായത് നടക്കലും ഇതൊക്കെ കാലിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ പൊട്ടലും വിണ്ടലൊന്നുമില്ല. നടക്കുമ്പോൾ കാലെടുക്കുമ്പോൾ ഇതാ പറിച്ചെടുക്കണ പോലെ ഉണ്ടാകും. ഉറപ്പിച്ചിട്ട് കാല് പുറ്റിയോണ്ട് ഇവിടെ കാല് ഇവിടെ വെച്ചിട്ട് പിന്നെ കാല് വെക്കാം, മോളിയും താഴേക്ക് വരുന്ന പോലെ ഉണ്ടാവും, ഉറപ്പിച്ചിട്ട് നടക്കാന്ന്. യഖ്തു തകഫിയ വയംഷി ഹൗന, അതായത് യംഷി ഹൗനൻ, അതായത് ശബ്ദമുണ്ടാക്കാതെ, ഇത്രയും സ്പീഡിലാണെങ്കിലും ശബ്ദമുണ്ടാക്കാതെ ഭൂമി തന്നെ അറിയാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുക, അത്രയും ഹൗനായിട്ട് നടക്കുക. ദരീഉൽ മിഷ്യതി, 2 അടിൻ്റെ ഇടയിൽ വീതി ഉണ്ടാവും, കാല് അടുപ്പിച്ചടുപ്പിച്ചിട്ടല്ലേ വെക്കുക, നല്ല വീതിയിലാണ് നടക്കുക. ഇദാ മശാ കഅന്നമാ യൻഹത്തു മിൻ സബബിൻ, മോളിന്ന് താഴത്തേക്ക് ഇറങ്ങണ പോലെയാണ് നടത്തം. വഇദ ഇൽതഫത ജമീഅൻ, നീ തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്കും ഇങ്ങനെയല്ല, ഇങ്ങനെ നോക്കില്ല എന്ന്. അങ്ങനെ നോക്കേണ്ട പകരം മുഴുവനായിട്ട് തിരിയും. അതേസമയത്ത് ഇങ്ങനെ ഒന്നും നോക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ചിലർ പറയുന്നു റോബോട്ട് പോലെ മുഴുവൻ, അങ്ങനെയല്ല അത്. അതായത് ബേക്കിൽ ഇങ്ങനെ പോയിട്ട് ഇരിക്കില്ല എന്ന്, തിരിയുമായിരുന്നു. ഖാഫിദു തർഫി, കണ്ണ് താത്തിട്ടായിരുന്നു. നദറുഹു ഇലൽ അർദി അത്വലു മിൻ നദരിഹി ഇലസ് സമാ, ഭൂമിക്കുള്ള നോട്ടം ആകാശത്തേക്കുള്ള നോട്ടത്തിനെക്കാട്ടും കൂടുതലായിരുന്നു. ജുല്ലു നദരിഹിൽ മുലാഹദ, കൂടുതൽ നോട്ടവും തഅമ്മുലും അള്ളാഹുവിൻ്റെ ഖൽഖിൽ നന്നായിട്ട് നോക്കിയിട്ടായിരുന്നു. യസൂഖു അസ്ഹാബഹു, ആൾക്കാരെ മുന്നിൽ നടക്കുമായിരുന്നു, അതായത് ആൾക്കാരെ വഴി നടത്തുമായിരുന്നു. വയബ്ദുറു മൻ ലഖിയ ബിസ്സലാം, കണ്ടവർക്കൊക്കെ ആദ്യം നബിയാണ് സലാം കൊണ്ട് തുടങ്ങുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹ്.